ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചായിരുന്നു. അതൊരു വളരെ മികച്ച ഒരു സാമ്രാജ്യമായിരുന്നു നമ്മൾ പറഞ്ഞു. അതുകൂടാതെ ഡൽഹി സുൽത്താനേറ്റ് ഏകദേശം 5 രാജവംശങ്ങളാണ് ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. അത് ഏതൊക്കെ സുൽത്താനേറ്റുകൾ, ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ച രാജവംശങ്ങൾ ഏതൊക്കെയായിരുന്നു? നമ്മൾ 5 എണ്ണമെന്ന് പറഞ്ഞു. ഓർഡറിൽ പറയണമെന്നും പറഞ്ഞു അല്ലെ? ഏതൊക്കെയായിരുന്നു? അടിമ വംശമുണ്ട്, രണ്ടാമത് ഖിൽജി വംശം, മൂന്ന് തുഗ്ലക്ക്, സെയ്ദ്, ലോധി. അപ്പൊ സെയ്ദ്, ലോധി രാജവംശങ്ങൾ വളരെയധികം അവർക്ക് അവിടെ വളരെ ശക്തനായ ഒരു ഭരണാധികാരികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു സമയത്ത് ഡൽഹി സുൽത്താനേറ്റിന്റെ ശക്തി ക്ഷയിച്ചു വന്നു എന്നും നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി നമ്മൾ അടുത്ത കാണുന്നത് ഡൽഹി സുൽത്താനേറ്റ് നേരെയുള്ള തിമൂറിന്റെ ആക്രമണത്തിന്റെ പരിണിത ഫലമായിട്ടാണ്. നമ്മൾ ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഡൽഹി സുൽത്താനേറ്റില് പേജ് നമ്പർ 106 നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പം 106 പേജ് എടുക്കുക. ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ഡൽഹി സുൽത്താനേറ്റ് നേരെയുള്ള തിമൂറിന്റെ ആക്രമണത്തിന്റെ പരിണിത ഫലം, അതിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. 1397 തിമൂറിന്റെ ആക്രമണമാണ് സുൽത്താനേറ്റിന്റെ പതനത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന്. അപ്പൊ ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ചത് ഏകദേശം 5 രാജാക്കന്മാരാണ്, അല്ലെങ്കിൽ 5 രാജവംശങ്ങളാണെന്ന് പറഞ്ഞു. അടിമ വംശമാണ് ഡൽഹി സുൽത്താനേറ്റ് സ്ഥാപിച്ചത്. അതിനുശേഷം ഖിൽജി, അതിനുശേഷം തുഗ്ലക്ക് വംശം വന്നു. തുഗ്ലക്ക് രാജവംശത്തിലെ പ്രധാന രാജാക്കന്മാരെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ആരൊക്കെയാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അതുപോലെ അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങൾ ഏതൊക്കെയായിരുന്നു എന്ന് നമ്മൾ കണ്ടു. അദ്ദേഹം വോട്ട് നാണയങ്ങളെയൊക്കെ അച്ചടിച്ചിറക്കിയെന്ന് നമ്മൾ പറഞ്ഞു. അതുകൂടാതെ അദ്ദേഹത്തിന്റെ തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് മാറ്റി മധ്യ ഇന്ത്യയിലേക്ക് മാറ്റി എന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് സെയ്ദ്, ലോധി രാജവംശങ്ങൾ വന്നത്. അപ്പൊ സെയ്ദ്, ലോധി രാജവംശങ്ങളിലെ രാജാക്കന്മാര് അത്ര പ്രമുഖരല്ലായിരുന്നു. അപ്പോൾ അവരുടെ ഭരണത്തിന് കീഴിൽ ഡൽഹി സുൽത്താനേറ്റ് അതിന്റെ അധപതനം ആരംഭിച്ചിരുന്നു. അതിനുശേഷമാണ് 1398 തിമൂർ നമ്മുടെ ഡൽഹി സുൽത്താനേറ്റ് ആക്രമിക്കുന്നത്. അപ്പൊ അതിനാണ് നമ്മളിവിടെ പറഞ്ഞു വന്നത്. ഡൽഹിയുടെ പരിസര പ്രദേശങ്ങളിലും തിമൂർ അക്ഷരാർത്ഥത്തിൽ തവിട് പൊടിയാക്കി. വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിൽ തിമൂർ നേരത്തെ നടത്തിയ ആക്രമണങ്ങളെ ഡൽഹി സുൽത്താൻമാർ കാര്യമായി എടുത്തിരുന്നില്ല. ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങൾ പിടിച്ചടക്കിയ ശേഷം തിമൂർ ഡൽഹിയിൽ പ്രവേശിച്ച് അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. ഡൽഹി തകർത്ത് തരിപ്പണമാക്കിയ തിമൂർ 10,000-കണക്കിന് ദേശവാസികളെ കൊന്നൊടുക്കുകയും ചെയ്തു. ഇപ്പൊ ഡൽഹി സുൽത്താനേറ്റിന്റെ പതന കാരണം എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് തിമൂറിന്റെ ആക്രമണമാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെക്കുക. അതുകൂടാതെ അടിമ വംശവും ഖിൽജി രാജവംശവും തുഗ്ലക്ക് വംശവും ഒക്കെ ഭരിച്ചപ്പോൾ ഡൽഹി സുൽത്താനേറ്റ് അതിന്റെ പ്രാഗൽഭ്യത്തിൽ അല്ലെങ്കിൽ അതിന്റെ പരമോന്നതിയിൽ എത്തിയിരുന്നു എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെക്കുക. അതിനുശേഷം സെയ്ദ്, ലോധി രാജവംശങ്ങൾ ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ചിരുന്ന സമയത്ത് അവിടെ സെയ്ദ്, ലോധി വംശങ്ങളിൽ ശക്തരായ രാജാക്കന്മാർ അല്ലെങ്കിൽ പ്രഗത്ഭരായ രാജാക്കന്മാരുടെ അഭാവം മൂലം അവിടെ പല രാജാക്കന്മാരുടെയും കടന്നുകയറ്റവും അല്ലെങ്കിൽ ആക്രമണ ഭീഷണിയൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഡൽഹി സുൽത്താനേറ്റ് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു. അതിനുശേഷമാണ് തിമൂർ ഡൽഹി സുൽത്താനേറ്റ് ആക്രമിക്കുന്നത്. അതിനുശേഷം ഡൽഹി സുൽത്താനേറ്റിന്റെ പതനം ഏകദേശം പൂർണ്ണമായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ബാൽബൻ ഡൽഹിയുടെ ശില്പി എന്നറിയപ്പെടുന്നത്? അപ്പോൾ ബാൽബൻ ആണ് ഡൽഹിയുടെ ശില്പി എന്നറിയപ്പെടുന്നത്. ആ ഒരു കാര്യം ഓർത്തു വെക്കുക. നിങ്ങൾക്ക് വൺ വേർഡ് ആയിട്ട് പലപ്പോഴും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. ഏകദേശം ഇപ്പൊ 100 മാർക്കിലാണ് ക്വസ്റ്റ്യൻ എങ്കിൽ 50% വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ വായിച്ചു പോകുമ്പോൾ ഞാൻ പ്രധാനപ്പെട്ട വൺ വേർഡുകളൊക്കെ പറയുന്നുണ്ട്. അതിന്റെ കൂടെ നിങ്ങളും കൂടി ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. അപ്പോൾ അതുകൂടാതെ നമുക്കൊരു നോട്ട്ബുക്ക് വേണം. ആ നോട്ട്ബുക്കിൽ നമ്മൾ ഇത്രയും നാൾ പഠിച്ച കാര്യങ്ങളും അതുപോലെ അതിലെ പ്രധാനപ്പെട്ട ഇടയ്ക്കിടയ്ക്ക് കയറുന്നവർക്ക് ഈ ചാപ്റ്റർ ഏതാണെന്നുള്ള കാര്യം കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഡൽഹി സുൽത്താനേറ്റ് ആണ് നമ്മുടെ ചാപ്റ്റർ. അതുകൂടെ 106 ആണ് അതിന്റെ പേജ് നമ്പർ. 106 എടുക്കുക. 106 പേജിലാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ചാപ്റ്റർ 9 എടുക്കുക. ഡൽഹി സുൽത്താനേറ്റിന്റെ ബാക്കിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ ബാൽബൻ ഒരു ഏകാധിപതിയെ പോലെ ഭരണം നടത്തി. പ്രഭുക്കന്മാർക്ക് അമിതമായ അധികാരങ്ങൾ നൽകിയിരുന്നില്ല. അദ്ദേഹം ചാരന്മാരുടെ സംഘത്തെ രാജ്യത്ത് നിലനിർത്തിയിരുന്നു. ശക്തമായ ഒരു കേന്ദ്ര സേന രൂപീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. സൈന്യത്തെ സംഘടിപ്പിക്കുകയും രാജ്യത്തിന് വിവിധ ഭാഗങ്ങളിൽ വിന്യസിപ്പിക്കുകയും ചെയ്തു. അതുപോലെ കൊട്ടാരത്തിൽ പല ആചാര മര്യാദകളെയും കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ കാലത്തെ ഭരണ പരിഷ്കാരങ്ങൾ മൂലം അദ്ദേഹം ഡൽഹിയുടെ ശില്പി എന്നറിയപ്പെട്ടു. അപ്പോൾ ഡൽഹിയുടെ ശില്പി
ഞാൻ പഠിക്കുക അവിടെ ഒച്ച ഉണ്ടാക്കി. ഡൽഹിയുടെ ശില്പി ആരാണ്? ഓക്കെ, ഡൽഹിയുടെ ശില്പി ആരാണ്? ഡൽഹിയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ബാൽബനാണ്. അദ്ദേഹം ഡൽഹിയുടെ ശില്പി എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ഏകാധിപതിയെ പോലെയാണ് ഭരണം നടത്തിയിരുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടങ്ങളിൽ ഒരുപാട് ഭരണ പരിഷ്കാരങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കേന്ദ്രസേനയെ രൂപീകരിച്ചത്. അതുകൂടാതെ സൈന്യത്തെ സംഘടിപ്പിക്കുകയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിപ്പിക്കുകയും ചെയ്തു. അതുപോലെ കൊട്ടാരത്തിലെ പല ആചാര മര്യാദകളും കൊണ്ടുവന്നു. ഇത്തരം വളരെ നല്ല രീതിയിലുള്ള ഭരണ പരിഷ്കാരങ്ങൾ ബാൽബന്റെ കാലത്ത് ഡൽഹി സുൽത്താനേറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡൽഹിയുടെ ശില്പി എന്ന് ബാൽബൻ അറിയപ്പെടുന്നത്. ഇനി ഡൽഹി സുൽത്താനേറ്റിന് കീഴിലുള്ള നികുതി സമ്പ്രദായത്തെ കുറിച്ച് വിവരിക്കുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യന് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. പേജ് നമ്പർ 106 തന്നെയാണ്. അപ്പോൾ ഈ ഭൂനികുതി ആയിരുന്നു നമ്മുടെ എല്ലാ രാജാക്കന്മാരുടെയും പ്രധാന ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഭരണം നടത്തിക്കൊണ്ട് പോകാനായിട്ട് രാജാക്കന്മാർക്ക് ലഭിക്കുന്ന നികുതി മൂലമാണ് ഇവര് അവിടുത്തെ കാര്യങ്ങളും എല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത്. ഇപ്പോഴത്തെ ഒരു ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ നികുതി പണം കൊണ്ടാണ് പല നല്ല നല്ല പ്രവർത്തനങ്ങൾ, റോഡുകൾ നിർമ്മിക്കുക, അല്ലെങ്കിൽ ആശുപത്രികളിൽ ചികിത്സാ സഹായങ്ങളൊക്കെ കൊടുക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ നികുതി പണം കൊണ്ടാണ് ഗവൺമെന്റ് ചെയ്യുക. അപ്പോൾ പണ്ട് കാലത്തും രാജാക്കന്മാര് അവരുടെ ഭരണം നിലനിർത്തിയിരുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ രാജ്യത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് ഈ പ്രജകൾ നൽകിയിരുന്ന നികുതിയിൽ നിന്നാണ്. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റിന്റെ കീഴിലുള്ള നികുതി സമ്പ്രദായങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ അവിടുത്തെ ഭൂനികുതികൾ, ഭൂപ്രദേശങ്ങൾ എത്രയൊക്കെ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ ഭാഗമായിട്ട് പഠിക്കുന്നത്. സർക്കാരിന്റെ ഏറ്റവും പ്രധാന വരുമാന മാർഗം ഭൂനികുതിയായിരുന്നു. ഭൂമിയെ 4 ആയിട്ടാണ് തിരിച്ചിരുന്നത്. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റിന് കീഴിലുള്ള നികുതി സമ്പ്രദായത്തെ കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ ഭൂനികുതിയായിരുന്നു പ്രധാന വരുമാന മാർഗം എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. അതുകൂടാതെ ഭൂമിയെ 4 ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും ഒന്ന് ഓർത്ത് വെക്കുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഖലീസ ഭൂമിയാണ്. സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള ഭൂമിയാണ് ഖലീസ ഭൂമി എന്നറിയപ്പെടുക. ഇത് കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള ഭരണത്തിലായിരുന്നു. മൊത്തം ഉൽപ്പന്നത്തിന്റെ 1/3 ആയിരുന്നു നികുതി. അതായത് 1/3% നികുതിയായിട്ട് ഖലീസ ഭൂമിയിൽ നിന്ന് ഈടാക്കിയിരുന്നു എന്ന് ഓർത്ത് വെക്കുക. അതുകൂടാതെ സെക്കൻഡ് നികുതി എന്ന് പറയുന്നത്, സെക്കൻഡ് ഭൂവിഭാഗം എന്ന് പറയുന്നത് ഇക്ക ഭൂമിയായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. പട്ടാളക്കാർക്ക് ശമ്പളത്തിന് പകരം ഈ ഭൂമിയാണ് വീതിച്ച് നൽകിയിരുന്നത്, അല്ലെങ്കിൽ ഈ ഭൂമിയുടെ ഒരു അവകാശമാണ് അവർക്ക് പട്ടാളക്കാർക്ക് ശമ്പളത്തിന് പകരം കൊടുത്തിരുന്നത്. അപ്പോൾ ആ ഒരു ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു നികുതി എന്ന് പറയുന്നത് നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിന്റെ ഒരു പ്രധാന വരുമാന മാർഗമായിരുന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത് ഹൈന്ദവ സമാന്തന്മാരുടെ ഭൂമിയാണ്. ഹിന്ദു മുഖ്യന്മാരുടെ കൈവശമുള്ള ഭൂമിയാണ്. ഹിന്ദു മുഖ്യന്മാർ ഒരു നിശ്ചിത തുക നികുതി നൽകിയിരുന്നു. ഇനി 4ാമത്തെ ഇനം ഭൂമി എന്ന് പറയുന്നത് ഇനാം ഭൂമിയാണ്. മുസ്ലിം പണ്ഡിതന്മാർക്കും സന്യാസികൾക്കും പാരിതോഷികമായി നൽകിയ ഭൂമിയാണിത്. അപ്പോൾ ഇത്തരത്തിൽ 4 ഭൂമികളായിട്ടാണ് അവിടുത്തെ പ്രദേശത്തെ അല്ലെങ്കിൽ അവിടുത്തെ നിലത്തെ തിരിച്ചിരുന്നത്. അപ്പൊ ഈ 4 തരത്തിൽപ്പെട്ട ഭൂമിയിൽ നിന്നും അവരെ നികുതികൾ ഈടാക്കിയിരുന്നു. അപ്പൊ ഓരോ പ്രദേശം അല്ലെങ്കിൽ ഓരോ ഭൂമിയും അനുസരിച്ച് അവിടുത്തെ നികുതിയും വ്യത്യാസപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. കൂടാതെ ഖലീസ ഭൂമി എന്നതും ഇക്ക ഭൂമി, ഹൈന്ദവ സമാന്തരയുടെ ഭൂമി, ഇനാം ഭൂമി എന്നിങ്ങനെ ഭൂമിയെ 4 ആയി തരംതിരിച്ചതും ഓർത്ത് വെക്കുക. അതുപോലെ അടയാളപ്പെടുത്തി കൂടെ വെക്കുക ഈ 4 തരത്തിലുള്ള ഭൂമികൾ. ഇനി അവര് ഈ ഭൂമിയെ 4 ആയിട്ട് തിരിച്ചു എന്ന് പറഞ്ഞു. ഇനി അവിടെ നിന്ന് ലഭിക്കുന്ന നികുതികൾ ഏതൊക്കെയാണ്? അപ്പൊ ആ നികുതികളുടെ പേരാണ് അടുത്തത് കൊടുത്തിരിക്കുന്നത്. അടുത്ത ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആഷാറാണ്. അതൊരു ഭൂനികുതിയായിരുന്നു. മുസ്ലിം കർഷകരുടെ കയ്യിൽ നിന്നാണ് ഇത് ഈടാക്കിയിരുന്നത്. ഉൽപ്പന്നത്തിന്റെ 1/10% ആണ് നികുതിയായിട്ട് കൊടുത്തിരുന്നത്. അതായത് 10%ന്റെ ഒരു ഭാഗം, 10ൽ ഒരു ഭാഗമാണ് അവര് ഉഷാർ ഭൂമിയിൽ നികുതിയായിട്ട് സ്വീകരിച്ചിരുന്നത്. ഇനി ഖരാജ് എന്ന് പറയുന്ന ഒരു നികുതി സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇപ്പോഴും നമുക്ക് ഭൂനികുതി അല്ലെങ്കിൽ കെട്ടിട നികുതി, വാണിജ്യ നികുതി അങ്ങനെയൊക്കെ പറഞ്ഞ് പല തരത്തിലുള്ള നികുതികളുണ്ട് അല്ലെ. അപ്പോൾ ആ ഒരു നികുതി സമ്പ്രദായം ഇന്നുള്ളതുപോലെ പണ്ട് കാലത്തും രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെയും പേരുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ പറയുന്നത്. അവിടുത്തെ ആ കാലഘട്ടത്തിൽ നമ്മുടെ കെട്ടിട നികുതി അല്ലെങ്കിൽ വാഹന നികുതി അങ്ങനെയുള്ള നികുതികൾ ആയിട്ടല്ല അവര് ആ നികുതികളെ വിളിച്ചിരുന്നത്. അതിനുള്ള പേരുകളാണ് ഉഷാർ, ഖരാജ്, അതുപോലെ തന്നെ ഖാംസ്, സക്കാത്ത് ആൻഡ് ജസിയ. പേജ് നമ്പർ 107 ഇതുള്ളത്. ഉഷാർ എന്ന് പറയുന്നത് ഭൂനികുതിയായിരുന്നു. മുസ്ലിം കർഷകരുടെ കയ്യിൽ നിന്നാണ് ഇത് ഈടാക്കിയിരുന്നത്. ഉൽപ്പന്നത്തിന്റെ 1/10% ആയിരുന്നു നികുതിയായിട്ട് അവർ ഈടാക്കിയിരുന്നത്.
ഖരാജ് എന്ന് പറയുന്നത് നോ മുസ്ലിംസിന്റെ കയ്യിൽ, അതായത് മുസ്ലിംസ് അല്ലാത്തവരുടെ കൈവശമുള്ള ഭൂമിയിൽ നിന്ന് ഈടാക്കിയിരുന്ന നികുതിയാണ് ഖരാജ് എന്ന് പറയപ്പെടുന്നത്. ഇനി ഖാംസ് എന്നറിയപ്പെടുന്നത് യുദ്ധത്തിൽ കീഴടക്കിയ പ്രദേശത്ത് നിന്ന് ഈടാക്കുന്ന നികുതിയാണ് ഖാംസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഇത് 1/5%, 5/1% ആയിരുന്നു അതിന്റെ നികുതി. 1/5 ഭാഗമാണ് അവര് നികുതിയായിട്ട് കൊടുത്തിരുന്നത്. അതായത് നമ്മുടെ രാജാക്കന്മാരൊക്കെ ഒരു പ്രദേശത്ത് പോയിട്ട് ആ പ്രദേശം ആക്രമിച്ച് അവിടുത്തെ രാജാവിനെ കീഴടക്കി കഴിഞ്ഞതിന് ശേഷം ആ രാജാവ് ഈ ആക്രമിച്ച രാജാവ് അല്ലെങ്കിൽ വിജയം കൈവരിച്ച രാജാവിന് ഒരു നികുതി കൊടുക്കണമായിരുന്നു. ചില രാജാക്കന്മാര് ആക്രമണത്തിന് ശേഷം അവിടെ ഒരു സാമ്രാജ്യം രൂപപ്പെടുത്തുകയും അത് അവരുടെ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. പക്ഷെ ചില രാജാക്കന്മാരൊക്കെ ഇവിടെ ഭരണം നടത്തിയിരുന്നത് അവർ ആക്രമണത്തിന് ശേഷം ആ രാജാവിനെ തന്നെ ആ രാജ്യം ഏൽപ്പിച്ചിട്ട് അവരുടെ പരമാധികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നികുതിയായിട്ട് ഒരു തുക ഈടാക്കിക്കൊണ്ടായിരുന്നു ചില രാജാക്കന്മാരൊക്കെ അവരുടെ അധികാരം ഉറപ്പിച്ചിരുന്നത്. അപ്പോൾ അത്തരത്തില് രാജാക്കന്മാരെ കീഴടക്കിയതിനു ശേഷം ആ രാജാക്കന്മാരെ തന്നെ ഭൂമി ഏൽപ്പിച്ച് അവിടെ നിന്ന് ഒരു നിശ്ചിത തുക ഈടാക്കിയിരുന്ന ഒരു സമ്പ്രദായമാണ് ഖാംസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതൊരു നികുതി സമ്പ്രദായമായിരുന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത് സക്കാത്ത് എന്ന് പറഞ്ഞ ഒരു നികുതി സമ്പ്രദായം അന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇതൊരു മതപരമായ നികുതിയായിരുന്നു. സക്കാത്ത് എന്ന് പറയുന്നത് ഒരു മതപരമായ നികുതിയായിരുന്നു എന്ന് അടയാളപ്പെടുത്തി വെക്കുക. സമ്പന്നരായ മുസ്ലിമുകളുടെ കയ്യിൽ നിന്ന് അവരുടെ സമ്പത്തിന്റെ 1/2% പാവപ്പെട്ട മുസ്ലിമുകൾക്ക് നൽകിയിരുന്നു. അതായത് സമ്പന്നരായ ആളുകളിൽ നിന്ന് 2.5% അവരുടെ ഉൽപ്പന്നത്തിന്റെ അല്ലെങ്കിൽ അവരുടെ വരുമാനത്തിന്റെ 2.5% പാവപ്പെട്ട മുസ്ലിംസിന് നൽകിയിരുന്ന ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ഒരു നികുതി സമ്പ്രദായമായിരുന്നു സക്കാത്ത് എന്നറിയപ്പെട്ടിരുന്നത്. ഇനി ലാസ്റ്റ് നികുതി സമ്പ്രദായമാണ് ജസിയ എന്നറിയപ്പെടുന്നത്. ഇതൊരു മതപരമായ നികുതിയായിരുന്നു. നോൺ മുസ്ലിംസ് ആയിരുന്നു ഇത് അടച്ചിരുന്നത്. ജസിയ എന്ന് പറയുന്നത് നോൺ മുസ്ലിംസ് അല്ലെങ്കിൽ മുസ്ലിംസ് അല്ലാത്ത ആളുകൾ അടച്ചിരുന്ന ഒരു നികുതിയാണെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഈ 5 നികുതികളും ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ആ 5 നികുതികളുടെയും അടിയിൽ വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ വിശദാംശവും ഒന്ന് ഓർത്ത് വെക്കുക. അതിനുശേഷം വരുന്നതാണ് ഡൽഹി സുൽത്താനയിലെ ഇക്ത സമ്പ്രദായത്തെ കുറിച്ച് പരിശോധിക്കാം. അപ്പോൾ ഇക്ത സമ്പ്രദായം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇക്ക ഭൂമി എന്ന് പറയുന്ന ഒരു ഭൂമി ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അതായത് പട്ടാളക്കാർക്ക് അവരുടെ സേവനത്തിന് പകരം അവര് ഒരു ഭൂമി വീതിച്ചു നൽകുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഭൂമിനെയാണ് ഇക്ത ഭൂമി അല്ലെങ്കിൽ ഇക്ത സമ്പ്രദായം എന്നറിയപ്പെട്ടിരുന്നത്. സുൽത്താനേറ്റ് കാലത്ത് നടപ്പിലാക്കിയിരുന്ന ഒരു സാമ്പത്തിക സംവിധാനമായിരുന്നു ഇക്ത സമ്പ്രദായം. രാഷ്ട്രത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി ഇൽത്തുമിഷ് ആണ് ഇത് നടപ്പിലാക്കിയത്. ഇൽത്തുമിഷിനെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ഇക്ത സമ്പ്രദായം നടപ്പിലാക്കിയത് ഇൽത്തുമിഷ് ആണ്. ആ ഒരു കാര്യം ഓർത്തു വെക്കുക. സൈനികരുടെ ശമ്പളത്തിന് പകരം ഇക്ത എന്ന പേരിലുള്ള ഭൂമി പതിച്ചു നൽകിയതിനെയാണ് ഇക്ത സമ്പ്രദായം എന്ന് വിളിച്ചിരുന്നത്. അത് ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. പേജ് നമ്പർ 107 എന്താണ് ഇക്ത സമ്പ്രദായം എന്നറിയപ്പെടുന്നത്, അതുപോലെ ആരാണ് ഇക്ത സമ്പ്രദായം തുടങ്ങി വെച്ചത് അല്ലെങ്കിൽ അതിന് തുടക്കം കുറിച്ചത് ആരാണ്? ഇൽത്തുമിഷ് ആണ് തുടക്കം കുറിച്ചത്. അതുപോലെ തന്നെ ഇക്ത സമ്പ്രദായം എന്ന് പറയുന്നത് പട്ടാളക്കാർക്ക് അവരുടെ സേവനത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ശമ്പളമാണ് അല്ലെ, ആ ശമ്പളത്തിന് പകരം ഒരു ഭൂമി വീതിച്ചു നൽകുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഇക്ത സമ്പ്രദായം എന്ന് അറിയപ്പെടുന്നത്. ഇങ്ങനെ ഇക്ത ഭൂമി ലഭിച്ചിരുന്ന വ്യക്തിയെ ഇക്താദാർ എന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ എല്ലാ സുൽത്താൻമാരും ഇതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. കാരണം ഇപ്പൊ നമുക്ക് പട്ടാളക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതിന് പകരം ഭൂമിയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സമ്പ്രദായത്തെ ചിലരൊന്നും അത്രയും പ്രോത്സാഹിപ്പിച്ചില്ല. കാരണം അത്രയും ഭൂമിയുടെ ഉടമസ്ഥാവകാശവും മറ്റും മറ്റ് പട്ടാളക്കാരിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരു സമ്പ്രദായത്തിലൂടെ. പക്ഷേ ഇക്ത സമ്പ്രദായം ഇൽത്തുമിഷ് ആണ് കൊണ്ടുവന്നത്. ഇൽത്തുമിഷിന്റെ ഒരു കാഴ്ചപ്പാടില് ഇക്ത സമ്പ്രദായം വളരെയധികം നല്ലതായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇൽത്തുമിഷ് ഇക്ത സമ്പ്രദായം കൂടുതൽ പ്രോത്സാഹിപ്പിച്ചതും ആളുകൾക്ക് പട്ടാളക്കാർക്ക് ഭൂമി വിതരണം ചെയ്തതും. സുൽത്താനയിലെ ഖിൽജി വംശത്തിന്റെ ഭരണാധികാരിയായിരുന്ന അലാവുദ്ദീൻ ഖിൽജി ഈ സമ്പ്രദായത്തെ തന്റെ ഭരണകാലത്ത് നിർത്തൽ ചെയ്തിരുന്നു. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. അലാവുദ്ദീൻ ഖിൽജി ഈ ഇക്ത സമ്പ്രദായം നിർത്തലാക്കിയ ഒരു വ്യക്തിയാണ്. അപ്പൊ ഇക്ത സമ്പ്രദായം 3 സ്റ്റേജുകളിലായിട്ടാണ് ആവിർഭവിച്ചത് അല്ലെങ്കിൽ അതിന്റെ വളർച്ച സംഭവിച്ചത്. അപ്പോൾ ഏതൊക്കെ രീതികളിലാണ് ഇക്ത സമ്പ്രദായം വളർന്ന് പന്തലിച്ചതെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇക്ത സമ്പ്രദായത്തിൽ ലഭിച്ചിരുന്ന ഭൂമി കൈമാറ്റം ചെയ്യാനൊന്നും സാധിക്കുമായിരുന്നില്ല. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് ഒരു നിശ്ചിത വരുമാനം അല്ലെങ്കിൽ ഒരു നിശ്ചിത നികുതി നമ്മുടെ രാജാവിന് കൊടുക്കണമായിരുന്നു. പിന്നീട് അതിനൊരു കൈവശ അവകാശം വന്നു. പിന്നീട് അതൊരു പാരമ്പര്യമായിട്ടുള്ള ഒരു ഭൂമിയായിട്ട് മാറുകയും കൂടെ ചെയ്തു. അപ്പൊ അത്തരത്തില് 3 സ്റ്റേജുകളിലായിട്ടാണ് ഇക്ത സമ്പ്രദായം വളർന്ന് പന്തലിച്ചത്. ആ കാര്യമാണ് ഇവിടെ പറയുന്നത് പേജ് നമ്പർ 108. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് 1206 മുതൽ 1290 വരെയുള്ള കാലഘട്ടമായിരുന്നു.
നികുതി പിരിക്കുന്നതിനുള്ള സൗകര്യത്തിനായി തുടങ്ങിയതായിരുന്നു ഇക്ത സമ്പ്രദായം എന്ന് പറയുന്നത്. ആദ്യകാലത്ത് അത് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം അതിന്റെ പരമാധികാരി എന്ന് പറയുന്നത് രാജാവായിരുന്നു. പക്ഷേ അവിടുത്തെ പട്ടാളക്കാർക്ക് അവരുടെ ശമ്പളത്തിന് പകരം ഇൽത്തുമിഷ് കൊടുത്തിരുന്ന ഒരു ഭൂമിയെയാണ് ഇക്ത സമ്പ്രദായം എന്നറിയപ്പെടുന്നത്. പക്ഷെ അത് അവരുടെ പാരമ്പര്യ സ്വത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നില്ല ആദ്യ കാലഘട്ടത്തില്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റേജില് 1290 മുതൽ 1351 വരെയുള്ള കാലഘട്ടമാണ് ഇക്ത സമ്പ്രദായം ഇക്ത കൈമാറ്റം ചെയ്യാൻ സാധിച്ചു. അതൊരു പ്രധാനപ്പെട്ട ആ വർഷം ഒരു പ്രധാനപ്പെട്ടതാണെന്ന് അടയാളപ്പെടുത്തി വെക്കുക. ഈ 3 സ്റ്റേജുകളും ഏത് കാലഘട്ടത്തിലാണ് ഉണ്ടായതെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കണം. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് 1206 മുതൽ 1290 വരെയാണ്. അതിനുശേഷം നികുതി പിരിക്കാനുള്ള സൗകര്യത്തിനായിട്ട് തുടങ്ങിയതാണ്. ഇത് മറ്റൊരാൾക്ക് അന്ന് കൈമാറ്റം ചെയ്യാൻ പറ്റില്ലായിരുന്നു. ആ കാര്യം ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. അതിനുശേഷം സെക്കൻഡ് സ്റ്റേജ് തുടങ്ങിയ കാലഘട്ടം ഒന്ന് ഓർത്ത് വെക്കുക. 1290 മുതൽ 1351 വരെയാണ്. ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. അതിനുശേഷം ഇക്ത കൈമാറ്റം ചെയ്യാൻ സാധിച്ചു എന്നുള്ള പോയിന്റും കൂടെ ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക, അണ്ടർലൈൻ ചെയ്യുക. ഈ സമയത്താണ് ഓരോ ഇക്താധാരിയിൽ നിന്നും എത്ര നികുതിയാണ് ലഭിക്കേണ്ടത് എന്ന് തീരുമാനിച്ചത്. അതിനുശേഷം തേർഡ് സ്റ്റേജാണ് പറയുന്നത്. 1351 മുതൽ 1526 വരെയാണ് തേർഡ് സ്റ്റേജ് അറിയപ്പെടുന്നത്. ആ കാലഘട്ടം ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ഈ കാലഘട്ടത്തിൽ ഇക്ത എന്ന് പറയുന്നത് പരമ്പരാഗതമായി തീർന്നു. അതായത് ആദ്യ കാലഘട്ടത്തിൽ ഇതൊരു ശമ്പളത്തിന് പകരം നൽകിയിരുന്ന ഒരു ഭൂമിയായിരുന്നു. ഇതിന് കൈമാറ്റ അവകാശം ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ഇതൊരു പാരമ്പര്യ സ്വത്തായിരുന്നില്ല. അത് എപ്പോ വേണമെങ്കിലും രാജാവിന് തിരിച്ചെടുക്കാമായിരുന്നു. പക്ഷേ അവസാനം അതായത് 1351 തൊട്ട് 1526 വരെയുള്ള ആ കാലഘട്ടത്തിൽ ഇക്ത സമ്പ്രദായം എന്ന് പറയുന്നത് ആളുകൾക്ക് അതൊരു പരമ്പരാഗത സ്വത്തായിട്ട് മാറി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് പട്ടാളക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ ഭൂപ്രഭുക്കന്മാരുടെ ഇടയിൽ ഒരുപാട് ഭൂസ്വത്ത് വന്നു. അപ്പൊ ആ ഭൂസ്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രഭുക്കന്മാർ വളരെ ശക്തരായി. കാരണം ഒരുപാട് സമ്പന്നതയും അതുപോലെ തന്നെ ഒരുപാട് അധികാരവും ഒക്കെ കൈവരാൻ തുടങ്ങി ഈ പ്രഭുക്കന്മാർക്ക്. അതുകൂടാതെ ഈ ഒരു സമ്പ്രദായം ഇതൊരു പരമ്പരാഗത സ്വത്തായി മാറിയപ്പോൾ ഈ രാജാക്കന്മാർക്ക് പ്രഭുക്കന്മാരെ ആശ്രയിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയും കൂടെ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറയുന്നത് രാജാക്കന്മാർക്ക് ഇത്തരത്തില് പ്രഭുക്കന്മാരെ ആശ്രയിക്കേണ്ടതായിട്ട് വന്നു. തുഗ്ലക് രാജവംശത്തിലെ ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ ഭരണകാലത്താണ് ഇക്ത പരമ്പരാഗതമായി തീർന്നത്. അത് ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലഘട്ടത്തില് ഇക്ത സമ്പ്രദായം എന്ന് പറഞ്ഞ ഈ ഇക്താഖ് ഭൂമി എന്ന് പറയുന്നത് ഒരു പരമ്പരാഗത സ്വത്തായിട്ട് മാറി. ഇദ്ദേഹത്തിന്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ ഭൂമികൾ ഇക്താഖ് ഭൂമിയെ പതിച്ചു കൊടുക്കുന്നത്. ഇക്താഖ് ഭൂമിയിലെ കണക്കുകൾ പരിശോധിക്കുന്ന സമയത്ത് അതിൽ കളവുകൾ കണ്ടുപിടിച്ചാൽ അതിനെ പ്രഭുക്കന്മാരെ പീഡിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. എന്നാൽ ഫിറോസ് ഷാ തുഗ്ലക്ക് ആ രീതിയെ നിരോധിച്ചു. അദ്ദേഹത്തിന്റെ സമയത്ത് ഒരു ഇക്താർ ഭരിച്ചാൽ അതിന്റെ അവകാശം അദ്ദേഹത്തിന്റെ മകന് നൽകിയിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മരുമകന് നൽകിയിരുന്നു. ഇപ്പോ രണ്ട് ആളുകളും അല്ലെങ്കിൽ ഇപ്പോ ഇക്താറിന്റെ ഒരു ഉടമസ്ഥന് മരിച്ചു കഴിഞ്ഞാൽ മകനില്ലെങ്കിൽ അല്ലെങ്കിൽ മകളുടെ ഭർത്താവ് ഇല്ലെങ്കിൽ അവരുടെ അടിമയ്ക്ക് ആ ഒരു ഭൂമി നൽകിയിരുന്നു. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി രാജാക്കന്മാര് ഈ പ്രഭുക്കന്മാരെ ഈ പരമ്പരാഗത സ്വത്ത് കൈവശം വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇക്താ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന സമ്പന്നരായ പ്രഭുക്കന്മാരെ ആശ്രയിക്കേണ്ടതായ ഒരു പ്രശ്നം വന്നു. ഇക്തയും ഔദ്യോഗിക സ്ഥാപനങ്ങളും പരമ്പരാഗതമാകുന്ന നയം കാലാന്തരത്തിൽ ദോഷം ചെയ്തു. അത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കണം. ഇത് മറ്റു പ്രാപ്തരായവരെ നിയമിക്കാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കുകയും കൂടാതെ ഈ പ്രഭുജന വാഴ്ചയെ സുൽത്താനെ ആശ്രയിക്കേണ്ട അവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തു. അപ്പോൾ ഇക്ത സമ്പ്രദായത്തിൽ ആദ്യ കാലഘട്ടത്തിൽ ഇതൊരു കൈമാറ്റം ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുപോലെ തന്നെ രാജാവിന് എപ്പോൾ വേണമെങ്കിലും ഈ ഭൂമി തിരിച്ചെടുക്കാമായിരുന്നു. പക്ഷെ കാലാന്തരത്തില് ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലൊക്കെ വന്നപ്പോൾ അതൊരു പരമ്പരാഗത ഭൂമിയായിട്ട് മാറി. അതോടെ ഒരുപാട് ദോഷങ്ങൾ വന്നു. ഈ സമ്പന്നരായ പ്രഭുക്കന്മാര് ഈ ഭൂമിയൊക്കെ നമ്മൾ കൊടുത്ത് സമ്പന്നരാക്കിയ പ്രഭുക്കന്മാരെ ആശ്രയിക്കേണ്ട ഒരു ആവശ്യം രാജാവിന് വന്നു. അതുകൂടാതെ ഇങ്ങനെ ഒരു മറ്റു പ്രാപ്തരായ ആളുകൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട് ഭൂമി ഇല്ലാത്ത ഒരു അവസ്ഥയും കൂടെ വന്നു. അപ്പോൾ ഈ ഇക്ത സമ്പ്രദായത്തെ കുറിച്ചും അതിന്റെ പരിണിത ഫലത്തെ കുറിച്ചൊക്കെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പൊ അതൊന്ന് ശരിക്കും നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും കൂടെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ അതായത് ചാപ്റ്റർ 9 കണ്ടത് നമ്മുടെ സുൽത്താൻ സമ്പ്രദായമായിരുന്നു, അല്ലെങ്കിൽ സുൽത്താനേറ്റ്, ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചായിരുന്നു. 5 രാജവംശങ്ങൾ ഭരിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അടിമ വംശത്തില്
ഖുദ്ദബ്ദീൻ ഐബക്കാണ് ഇത് സ്ഥാപിച്ചതെന്നും പറഞ്ഞു. അതുകൂടാതെ ഖിൽജി വംശം തുഗ്ലക് വംശത്തിലും ഒക്കെ ഡൽഹി സുൽത്താനേറ്റ് വളരെയധികം ശക്തി പ്രാപിച്ചു എന്നും പറഞ്ഞു. അതുകൂടാതെ ഖിൽജി വംശത്തിലെയും തുഗ്ലക് വംശത്തിലെയും പ്രധാനപ്പെട്ട രാജാക്കന്മാരെയും അവരുടെ ഭരണ സംവിധാനത്തെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഖിൽജി വംശത്തിൽ അലാവുദ്ദീൻ ഖിൽജിയുടെ കമ്പോള പരിഷ്കരണത്തെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സുകളിൽ. അപ്പോൾ അത് പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ തുഗ്ലക് രാജവംശത്തിലെ പ്രശസ്തനായ രാജാവാണ്. അദ്ദേഹത്തിന്റെ പല തീരുമാനങ്ങളും അല്ലെങ്കിൽ ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. തലസ്ഥാന നഗരം മധ്യ ഇന്ത്യയിലേക്ക് മാറ്റിയ ഒരു സംഭവവും കാര്യവും നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ഡൽഹിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ അധികാരം നഷ്ടമാവുകയും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞു. അപ്പോൾ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണ പരിഷ്കാരങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ തവണയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ നിന്ന് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. പിന്നെ സെയ്ദ് ലോധി വംശത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. സെയ്ദ് ലോധി വംശങ്ങൾ താരതമ്യേന ഈ തുഗ്ലക്കും ഖിൽജി വംശത്തെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സെയ്ദ് ലോധി രാജവംശങ്ങൾ വളരെ ദുർബലരായിരുന്നു. അപ്പോൾ അവരിൽ നിന്ന് ഭരണം പിടിച്ചെടുക്കാനായിട്ട് ഒരുപാട് അധികാരികൾ അല്ലെങ്കിൽ രാഷ്ട്ര തലവന്മാരൊക്കെ ശ്രമിച്ചു. അതിന്റെ ഫലമായിട്ട് തീമൂർ എന്ന് പറഞ്ഞ രാജാവിന്റെ ആക്രമണം കൊണ്ട് ഡൽഹി സുൽത്താനേറ്റ് അതിന്റെ അധപതനത്തിൽ എത്തിച്ചേരുകയെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഇൽത്തുമിഷ് ആരംഭിച്ച ഇക്ത സമ്പ്രദായത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. ഇപ്പൊ ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതെല്ലാം നമ്മൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. പിന്നെ നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു നോട്ട്ബുക്ക് വേണം. ആ നോട്ട്ബുക്കിൽ ഈ ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്ത ചാപ്റ്റേഴ്സിന്റെ എല്ലാം പ്രധാനപ്പെട്ട വിവരങ്ങൾ, അതുപോലെ തന്നെ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞ കാര്യങ്ങളും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ നിങ്ങൾ തന്നെ വായിച്ചിട്ട് നമ്മളിപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഞാൻ കുറച്ച് കീ പോയിന്റ്സ് പറയാറുണ്ട്. ഇപ്പോൾ വൺ വേർഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന അല്ലെങ്കിൽ ചോദിച്ച് കാണാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് വായിച്ച് നോക്കിയിട്ട് വൺ വേർഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ഒന്ന് അടയാളപ്പെടുത്തി എഴുതി വെക്കാം. പിന്നെ നമുക്ക് ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ ഒന്നത് റിക്കവർ ചെയ്ത് ഒന്നുകൂടെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി പഠിച്ചു പോവാം. ഇനി നമ്മൾ അടുത്തത് കാണുന്നത് ചാപ്റ്റർ 10 ആണ്. ചാപ്റ്റർ 10 എന്ന് പറയുന്നത് മുഗൾ രാജഭരണത്തിന്റെ സ്ഥാപനമാണ്. പേജ് നമ്പർ 109 ആണ്. 109 എടുക്കുക. അപ്പോൾ നമുക്ക് മുഗൾ രാജവംശത്തെ കുറിച്ച് അറിയാം അല്ലെ. നമ്മൾ ഷാജഹാനെ കുറിച്ചും അല്ലെങ്കിൽ ജഹാംഗീറിനെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളതിൽ തന്നെ വെച്ച് ഏറ്റവും പ്രശസ്തമായ അല്ലെങ്കിൽ ഏറ്റവും ശക്തമായ ഒരു രാജവംശമായിരുന്നു മുഗൾ രാജവംശം എന്ന് പറയുന്നത്. അതുകൂടാതെ നമ്മുടെ ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള താജ്മഹലിന്റെ നിർമ്മാണം വഹിച്ചതും നമ്മുടെ മുഗൾ രാജവംശത്തിന്റെ പ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്ന ഷാജഹാൻ ആണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഇന്ത്യക്ക് ഒരുപാട് പ്രശസ്തി കൊണ്ടുവന്ന അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു രാജവംശമാണ് മുഗൾ രാജവംശം എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ചും നമുക്ക് പ്രീവിയസ് ഇയറിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ക്ലാസ് മനസ്സിലാക്കുക. അപ്പോൾ ഈ എങ്ങനെയാണ് ഈ മുഗൾ രാജവംശം ഇന്ത്യയിൽ സ്ഥാപിതമായതെന്നാണ് ഇവിടെ ആദ്യം പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ ഈ മുഗൾ രാജവംശം സ്ഥാപിച്ച രാജാക്കന്മാര് ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ആളുകളല്ല. അവര് ഉസ്ബെക്കിസ്ഥാനിലെ ആളാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയിൽ ആക്രമണങ്ങൾ നടത്തി ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത്. അപ്പോൾ അത് ആരാണ് എന്താണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിലെ മുഗൾ ചക്രവർത്തിമാരുടെ പരമ്പര ആരംഭിക്കുന്നത് സാഹിർ ഉദ് ഇൽ മുഹമ്മദിൽ നിന്നാണ്. അപ്പൊ ആ പേര് അടയാളപ്പെടുത്തി വെക്കുക, സാഹിർ ഉദ് ഇൻ മുഹമ്മദ്. അദ്ദേഹമാണ് പിന്നീട് ബാബർ ചക്രവർത്തി എന്ന് അറിയപ്പെട്ടത്. 1483 ജനിച്ച ബാബർ 1494 മധ്യ ഏഷ്യയിലെ ഒരു പ്രമുഖ ഫർഖാനയിലെ രാജാവായി. അപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലെ രാജാവായിരുന്നു ബാബർ. അതിനുശേഷമാണ് അദ്ദേഹം അവിടെ രാജാവായിട്ട് സ്ഥാനമേറ്റതിനു ശേഷം തന്റെ അധികാരം മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ബാബർ ഇന്ത്യയിലേക്ക് എത്തുകയും ഇന്ത്യയിൽ ഒരു ശക്തമായ മുഗൾ സാമ്രാജ്യത്തിന് അടിത്തറയിടുകയും ചെയ്തത്. അതൊന്ന് ഓർത്തു വെക്കണം. 1504 ബാബർ കാബൂൾ പിടിച്ചെടുത്തു. ഇന്ത്യ ആക്രമിക്കാൻ ബാബറിനെ പ്രേരിപ്പിച്ച കാരണങ്ങൾ, ഒട്ടനവധി കാരണങ്ങൾ ഇന്ത്യ ആക്രമിക്കാൻ ബാബറിന് ഉണ്ടായിരുന്നു. ആ ഒരു കാരണങ്ങളാണ് ഇവിടെ 4 പോയിന്റുകളായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് മുഗൾ രാജവംശം ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ആരാണ് ഈ മുഗൾ രാജവംശം ഇന്ത്യയിൽ സ്ഥാപിച്ചത്, അതുപോലെ ബാബറിനെ ഇന്ത്യയിലേക്ക് ആകർഷിച്ച ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് ആൻസർ എഴുതാനായിട്ട് ഈ 4 കാര്യങ്ങൾ ഒന്ന് പഠിച്ചിരിക്കണം. അപ്പോൾ പല ആളുകളെയും പല രാജാക്കന്മാരെയും ഇന്ത്യ ആകർഷിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഫലഭൂഷ്ഠതയും അല്ലെങ്കിൽ ഇവിടുത്തെ സമ്പത്തും ഒക്കെയാണ് പല രാജാക്കന്മാരെയും പല വിദേശ രാജാക്കന്മാരെയും ഇന്ത്യയിലേക്ക് ആകർഷിച്ചത്. അപ്പോൾ ഫസ്റ്റ് ഒരു കാരണമായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ അളവറ്റ സമ്പത്താണ്. അത് അടയാളപ്പെടുത്തി വെക്കുക, അണ്ടർലൈൻ ചെയ്യുക.
അപ്പൊ ഇന്ത്യയുടെ അളവറ്റ സമ്പത്തിനെ കുറിച്ച് കേട്ടറിഞ്ഞ ബാബർ അത് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. അത് ഒന്നാമത്തെ കാരണമാണ് ബാബറിനെ ഇന്ത്യയിലേക്ക് ആകർഷിച്ച ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തും പഞ്ചാബിലും നിലനിന്നിരുന്ന അസ്വസ്ഥതകളാണ്. അതായത് പരസ്പരം പോരടിച്ചിരുന്ന രാജാക്കന്മാര് ആയിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പോരാട്ടവും അല്ലെങ്കിൽ ശത്രുതയൊക്കെ പരസ്പരം വെച്ചു പുലർത്തിയിരുന്ന രാജാക്കന്മാരായതുകൊണ്ട് ഇപ്പൊ പുറത്തുനിന്ന് ഒരു വിദേശ ശക്തി വന്ന് ആക്രമിച്ചാല് പരസ്പരം സഹായം ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ബാബർ ഇന്ത്യയെ ആക്രമിക്കാൻ തുനിഞ്ഞത്. അപ്പം ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തും പഞ്ചാബിൽ നിലനിന്ന അസ്വസ്ഥതകളാണ് രണ്ടാമത്തെ കാരണമായിട്ട് ഇവിടെ കടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഫർഗാനയിൽ നിന്ന് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടാൽ ഇന്ത്യ ഒരു അഭയസ്ഥാനമാക്കാം എന്ന ധാരണ ബാബറിനുണ്ടായിരുന്നു. ആ ഒരു കാര്യവും കൂടെ അദ്ദേഹത്തിന് ഇന്ത്യ ആക്രമിക്കാനായിട്ട് പ്രചോദനം നൽകി. അതായത് ഫർഗാൻ എന്ന് പറയുന്നത് വളരെ ശക്തമായ രാജാക്കന്മാരും അല്ലെങ്കിൽ രാജ്യശക്തികളൊക്കെ അവിടെ അയൽ സംസ്ഥാനങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ആ ഒരു സംസ്ഥാനത്ത് തന്നെ സ്ഥാനഭ്രഷ്ടനാക്കാൻ ഒരു സാധ്യത ബാബർ മുന്നിൽ കണ്ടിരുന്നു. അതുകൊണ്ട് ഇന്ത്യയിൽ പരസ്പരം പോരടിക്കുന്ന രാജാക്കന്മാരുള്ള ഇന്ത്യയിൽ ഒരു സാമ്രാജ്യം സ്ഥാപിക്കാനായിട്ട് അദ്ദേഹം തുനിഞ്ഞിറങ്ങി. നാലാമത്തെ കാരണമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ രജപുത്രന്മാരും അഫ്ഗാൻകാരും അവരുടെ എതിരാളികളെ നേരിടാൻ ബാബറുടെ സഹായം അഭ്യർത്ഥിച്ചതാണ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ബാബറിന്റെ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ രാജപുത്രന്മാരും അഫ്ഗാൻകാരും ബാബറിന്റെ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ ബാബറിന് ഇന്ത്യയിലേക്ക് കടന്നു വരാനുള്ള ഒരു അവസരവും കൂടെ കിട്ടി അതിന്റെ കൂടെ. അതുകൂടാതെ ഇപ്പോൾ പല രാജാക്കന്മാരെ ബാബർ സഹായിച്ചപ്പോൾ തിരിച്ചും ആ സഹായം അദ്ദേഹത്തിന് ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് പ്രധാനമായിട്ട് ഈ 4 കാരണങ്ങൾ കൊണ്ടാണ് ബാബർ ഇന്ത്യയെ ആക്രമിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയത്. 1518 ഫീരാക്കോട്ട ആക്രമിച്ചുകൊണ്ട് ബാബർ തന്റെ ജൈത്രയാത്ര ആരംഭിച്ചു. 1525 അദ്ദേഹം പെഷവാറിലെത്തി. ഇദ്ദേഹത്തിന്റെ വരവിനെ തുടർന്ന് പഞ്ചാബ് ഭരിച്ചിരുന്ന ദൗലത് ഖാൻ ലോധി കീഴടങ്ങുകയും ബാബർ പഞ്ചാബിന്റെ അധിപനാവുകയും ചെയ്തു. പഞ്ചാബ് കീഴ്പ്പെടുത്തിയ ശേഷം ബാബർ ഡൽഹിക്ക് നേരെ നീങ്ങി ഡൽഹി സുൽത്താൻ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി. അപ്പോൾ നമ്മൾ പറഞ്ഞു ലോധി വംശം, ഡൽഹി സുൽത്താനിലെ ലോധി വംശം വളരെയധികം ദുർബലമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, ശക്തമായ രാജാക്കന്മാരൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ബാബർ തന്റെ അധികാരം ഡൽഹിയിൽ സ്ഥാപിച്ചത് ഇബ്രാഹിം ലോധിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പൊ ആ ഒരു യുദ്ധം, ഇബ്രാഹിം ലോധിനെ ബാബർ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം എന്നറിയപ്പെടുന്നത്. അപ്പൊ ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിനെ കുറിച്ച് പ്രധാനമായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതിന്റെ കാലഘട്ടം ഒന്ന് ഓർത്തു വെക്കാം. 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇബ്രാഹിം ലോധിയുടെയും ബാബറിന്റെയും സൈന്യം 1526 ഏപ്രിൽ 20 ചരിത്ര പ്രസിദ്ധമായ പാനിപ്പത്ത് യുദ്ധക്കളത്തിൽ വെച്ച് ഏറ്റുമുട്ടി. ബാബറുടെ കുതിരപ്പട ഇവിടെ നീക്കത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇബ്രാഹിം ലോധിക്ക് കഴിഞ്ഞില്ല. ഏതാണ്ട് ഒരു പകൽ കൊണ്ട് അവസാനിച്ച യുദ്ധത്തില് 15,000 ഭടന്മാരോടൊപ്പം ഇബ്രാഹിം ലോധിയും കൊല്ലപ്പെട്ടു. ഇത് ഒന്നാം പാനിപ്പത്ത് യുദ്ധം എന്ന പേരിൽ അറിയപ്പെട്ടു. ഇന്ത്യ ചരിത്രത്തിലെ നിർണായകമായ യുദ്ധമായിരുന്നു ഇത്. ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിന്റെ കാലഘട്ടം ഒന്ന് ഓർത്തു വെക്കുക, അണ്ടർലൈൻ ചെയ്യുക. അതുപോലെ ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ പോരാടിയ അല്ലെങ്കിൽ ഏറ്റുമുട്ടിയ രാജാക്കന്മാർ ആരൊക്കെയാണെന്ന് ഓർത്തു വെക്കുക. 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധം ഉണ്ടായി. അതുപോലെ തന്നെ ഏറ്റുമുട്ടിയത് ഇബ്രാഹിം ലോധിയും അതുപോലെ തന്നെ ബാബറുമായിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇബ്രാഹിം ലോധി ഒന്നാം പാനിപ്പത്ത് യുദ്ധക്കളത്തിൽ വെച്ച് മരണമടഞ്ഞു എന്നുള്ള കാര്യവും ഓർത്തു വെക്കുക. ഇനി നമ്മുടെ ബാബറിന്റെ ഭരണം ഇന്ത്യയിൽ സ്ഥാപിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ ശക്തമാകാനായിട്ട് കാരണമായ 3 യുദ്ധങ്ങളാണ്. ഒന്നാം പാനിപ്പത്ത് യുദ്ധവും, രണ്ടാമത്തത് ഖൻവ യുദ്ധവും, മൂന്നാമത്തത് ഗോഗ്ര യുദ്ധവും. അപ്പൊ ഈ 3 യുദ്ധങ്ങളിലൂടെയാണ് ബാബർ തന്റെ അധികാരം അല്ലെങ്കിൽ തന്റെ വംശം അല്ലെങ്കിൽ സാമ്രാജ്യം ഇന്ത്യയിൽ കെട്ടിപ്പൊക്കിയത്. അപ്പൊ ഈ 3 പ്രധാനപ്പെട്ട യുദ്ധവും യുദ്ധത്തിന്റെ പേരും ആ കാലഘട്ടം ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ഒന്നാം പാനിപ്പത്ത് യുദ്ധം, അതിനുശേഷം ഖന്ന യുദ്ധം 1527 ഉണ്ടായത്. ഗോഗ്ര യുദ്ധം 1529 ഉണ്ടായത്. അത് രണ്ടും ഒന്ന് അടയാളപ്പെടുത്തി വെക്കണം. പേജ് നമ്പർ 110 ഉള്ളത്. അപ്പൊ രണ്ടാമത്തേത് പറയുന്നത് ഖന്ന യുദ്ധമാണ്. പാനിപ്പത്തിലെ വിജയത്തിന് ശേഷം ബാബർക്ക് നേരിടേണ്ടി വന്ന ശക്തമായ പ്രതിരോധിയാണ് ചിറ്റൂരിലെ രാജാവായ റാണാ സംഗ എന്നത്. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. റാണാ സംഗ. ഖന്ന യുദ്ധം നടന്നത് 1527 ഏറ്റുമുട്ടിയത് ബാബറും റാണാ സംഗ എന്ന രാജാവും. അത് കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കാം. 1527 റാണാ സംഗയും ബാബറും ആഗ്രയ്ക്കടുത്തുള്ള ഖാനയിൽ വെച്ച് ഏറ്റുമുട്ടി. വീറോടെ പൊരുതിയെങ്കിലും വിജയം ബാബർക്കായിരുന്നു. യുദ്ധക്കളത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട റാണാ സംഗ പിന്നീട് മരിച്ചു. ഇതോടെ ബാബർ ഉത്തരേന്ത്യയിലെ സർവാധിപതിയായി. ഇനി ഗോഗ്ര യുദ്ധം എന്ന് പറയുന്ന അതിന്റെ കാലഘട്ടം 1529 അടയാളപ്പെടുത്തണം. വളരെ പ്രധാനപ്പെട്ടതാണ്. കിഴക്കേ ഇന്ത്യ പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് ബാബർ ഗാഗ്ര യുദ്ധം
ഗോഗ്ര യുദ്ധം തുടങ്ങിയത്. അതൊന്ന് ഓർത്ത് വെക്കുക. ഡൽഹി മാഗ്രയും അടക്കം മധ്യ ഇന്ത്യ ബാബറുടെ കയ്യിൽ വന്നപ്പോഴും കിഴക്കേ ഇന്ത്യയിൽ അഫ്ഗാൻ ആധിപത്യം തുടർന്നിരുന്നു. അഫ്ഗാൻകാരുടെ ശല്യം അവസാനിപ്പിക്കാൻ ബാബർ കിഴക്കോട്ട് നീങ്ങി. 1529 മെയ് 6-ാം തീയതി ബാബറുടെ അഫ്ഗാൻ സ്ഥാനക്കാരുടെയും സൈന്യം ഗോഗ്രയിൽ വെച്ച് ഏറ്റുമുട്ടി. യുദ്ധത്തിൽ പരാജയപ്പെട്ട അഫ്ഗാനിക്കാർ ബാബർക്ക് വഴങ്ങി. ഈ 3 പ്രമുഖ യുദ്ധങ്ങളോടെ ബാബർ ഇന്ത്യയുടെ മുഗൾ ഭരണത്തിന് അടിത്തറ പാകി. കിഴക്കിലെ സ്ഥലങ്ങളിൽ ശക്തമായ ഭരണ സംവിധാനം ഏർപ്പെടുത്താനോ പ്രദേശങ്ങൾ ഏകീകരിക്കാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാരണം ഇന്ത്യയിൽ കഴിച്ചുകൂട്ടിയ കാലം മുഴുവൻ യുദ്ധത്തിലോ കലാപങ്ങൾ ഒതുക്കാനുള്ള പരിശ്രമത്തിലോ മുഴുകേണ്ടി വന്നു. അതിനാലാണ് മധ്യേഷ്യയിൽ ഒരു സാമ്രാജ്യം സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ബാബർ ഇന്ത്യയിലേക്ക് എത്തിയത്. ഊർജ്ജസ്വല സേനാനായകനും യുദ്ധതന്ത്രജ്ഞനുമായ ബാബർ മികച്ച ഒരു എഴുത്തുകാരനുമായിരുന്നു. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കാം. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ബാബർ നാമ. അതൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണേ. അതായത് ബാബറിന്റെ ആത്മകഥയുടെ പേര് ബാബർ നാമ. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കണം. ഒരു വ്യക്തി എന്ന നിലയിൽ ബാബർ ഇന്ത്യയെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് ആ ഒരു കൃതിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബാബർ നാമയില് ബാബർ തന്റെ ജീവിത കാലഘട്ടത്തിലുടനീളം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഇന്ത്യയുടെ വർണ്ണശബളമായ പ്രദേശത്തെ കുറിച്ചൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഇന്ത്യയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മതിപ്പ് അല്ലെങ്കിൽ അദ്ദേഹം ഇന്ത്യ എത്രത്തോളം സ്നേഹിച്ചിരുന്നുള്ളത് ബാബർ നാമ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അദ്ദേഹം ഒരു യുദ്ധതന്ത്രജ്ഞനായിരുന്നു, അതുപോലെ തന്നെ നയതന്ത്രജ്ഞനായിരുന്നു, അതുകൂടാതെ എഴുത്തുകാരനുമായിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. അതുകൂടാതെ ഇന്ത്യയിൽ ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കാനൊന്നും ബാബറിന് കഴിഞ്ഞില്ല. കാരണം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ അത്രത്തോളം അദ്ദേഹം തന്റെ സാമ്രാജ്യം ഉറപ്പിക്കാൻ വേണ്ടി യുദ്ധങ്ങളിൽ ഏർപ്പെടാനായിട്ടാണ് ശ്രമിച്ചത്. അതുകൊണ്ട് ഒരു ഭരണ സംവിധാനമോ അല്ലെങ്കിൽ ശക്തമായ ഒരു കേന്ദ്രീകൃത ഭരണമൊന്നും ഉണ്ടാക്കാനായിട്ട് ബാബറിന് കഴിഞ്ഞെന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെക്കാം. കൂടാതെ ഈ 3 യുദ്ധങ്ങളും ഒന്ന് ഓർത്തു വെക്കണം. അതിന്റെ കാലഘട്ടം ഒന്ന് ഓർത്തു വെക്കണം. ആരൊക്കെ തമ്മിലാണ് യുദ്ധങ്ങൾ ഉണ്ടായതെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പൊ ഇത് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഷേർഷയുടെ ഭരണ പരിഷ്കാരങ്ങളാണ്. അപ്പോൾ താൽക്കാലികമായിട്ട് ഡൽഹി നമ്മുടെ മുഗൾ ഭരണത്തിന് ഒരു അതിർവിടാനായിട്ട് അല്ലെങ്കിൽ ഒരു എതിർപ്പുണ്ടാക്കിയത് ഷേർഷയുടെ ആക്രമണമാണ്. അപ്പോൾ ഷേർഷയുടെ ആക്രമണത്തിലൂടെ മുഗൾ ഭരണം താൽക്കാലികമായിട്ട് നിർത്തലാകുകയും ഷേർഷ അധികാരത്തിൽ വരികയും ചെയ്തു. മുഗൾ ഭരണത്തിന് താൽക്കാലികമായി അന്ത്യം വരുത്തിയ ഷേർഷയുടെ യഥാർത്ഥ പേര് ഫരീദ് എന്നായിരുന്നു. ഷേർഷയുടെ യഥാർത്ഥ പേര് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഷേർഷയുടെ യഥാർത്ഥ പേര് ഫരീദാണ്. ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭരായ ഭരണാധികാരികൾ ഒരാളായിരുന്നു ഷേർഷ. ബീഹാറിലെ രാജാവാണ് ഫരീദിന് ഷേർഖാൻ എന്ന സ്ഥാനം നൽകിയത്. തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ഷേർഖാൻ ബീഹാറിലെ പരമാധികാരിയായി മാറി. ചൂനാർ കോട്ടയുടെ ആധിപത്യം അദ്ദേഹത്തിന്റെ അധികാരവും പ്രശസ്തിയും വർദ്ധിപ്പിച്ചു. പിന്നീട് ഷേർഖാൻ ഫരീദ് ഉദ്ദീൻ ഷേർഖാൻ എന്ന സ്ഥാനപ്പേരോടുകൂടി ഡൽഹി സിംഹാസനത്തിൽ അവരോധിതനായി. അപ്പൊ അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് നോർക്കുക, ഫരീദ് ഉദ്ദീൻ ഷേർഖാൻ. അദ്ദേഹത്തിന് ഷേർഖാൻ എന്നുള്ള സ്ഥാനപ്പേര് നൽകിയത് ആരാണ്? ബീഹാറിലെ രാജാവാണ്. അതുകൂടാതെ ഷേർഖാൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ കണ്ടുള്ള വെച്ചിൽ ഏറ്റവും വലിയ ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ശക്തനായ ഒരു ഭരണാധികാരി ആയിരുന്നു എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെക്കാം. ഇനി ഷേയുടെ ഭരണ പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇവിടെ അടുത്ത പാരഗ്രാഫ് 111-ാമത്തെ പേജിലുണ്ട്. ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഭരണ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു ഷേർഷാ. അദ്ദേഹത്തിന് 5 വർഷക്കാലത്തെ ഭരണവ്യവസ്ഥയിൽ പല പരിഷ്കാരങ്ങളും കൊണ്ടുവന്നു. അപ്പൊ അദ്ദേഹത്തിന് കേന്ദ്ര ഭരണമുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പ്രാദേശിക ഭരണം നടത്തിയത് എങ്ങനെയാണെന്നുള്ള കാര്യവും പ്രധാനപ്പെട്ടതാണ്. അതുകൂടാതെ അദ്ദേഹത്തിന് ഭൂനികുതി സമ്പ്രദായങ്ങൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഷേർഷയുടെ ഭരണ പരിഷ്കാരങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് എഴുതി വെക്കാൻ സാധിക്കണം. അപ്പോൾ ഷേർഷ ആരായിരുന്നു? അദ്ദേഹത്തിന് ആദ്യത്തെ പേരെന്ത്? അദ്ദേഹത്തിന് ആ പേര് നൽകിയത്, അതായത് അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് നൽകിയത് ആരാണ്? അതുപോലെ അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് എന്താണ് എന്നുള്ള കാര്യമൊക്കെ ഓർത്ത് വെക്കുക. അതുകൂടാതെ അദ്ദേഹത്തിന്റെ ഭരണ പരിഷ്കാരങ്ങളിൽ അദ്ദേഹത്തിന്റെ ഭൂനികുതി എന്തായിരുന്നു, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കേന്ദ്ര ഭരണം എങ്ങനെയായിരുന്നു, അദ്ദേഹം തന്റെ അധികാര വികേന്ദ്രീകരണം നടത്തിയത് എങ്ങനെയാണോ, അതായത് പ്രാദേശിക ഭരണത്തിലെയും അതുപോലെ പ്രാദേശിക ഭരണ തലവന്മാരൊക്കെ എങ്ങനെയാണ് നിയമിച്ചത്, അത് അവരുടെ പേര് എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യം കൂടെ ഈ ഒരു ഷേർഷയെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ട് എഴുതി വെക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കേന്ദ്ര ഭരണം എന്ന് പറയുന്നത് ഷേർഷ തന്റെ കീഴിൽ കേന്ദ്രീകൃതമായ ഒരു ഭരണ സംവിധാനം നടപ്പിലാക്കിയിരുന്നു. ഭരണത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഷേർഷ തന്നെയായിരുന്നു, അല്ലെങ്കിൽ രാജാവ് തന്നെയായിരുന്നു. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. ജനഹിതത്തെ ആധാരമാക്കിയിട്ടുള്ള ഒരു ഭരണമായിരുന്നു ഷേർഷ മുന്നോട്ട് വെച്ചത്. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. കാരണം പല രാജാക്കന്മാരും ഏകാധിപതികളായിട്ടാണ് ഭരണം നടത്തിയിരുന്നത്. പക്ഷെ ഷേർഷ എന്ന് പറയുന്നത് ജനഹിതത്തെ അടിസ്ഥാനമാക്കി ഉള്ള ഒരു ഭരണം കാഴ്ചവെച്ച ഒരു പ്രഗത്ഭനായ ഒരു രാജാവായിരുന്നു ഷേർഷ എന്ന് പറയുന്നത്.
ഇനി അദ്ദേഹത്തിന്റെ പ്രാദേശിക ഭരണം എങ്ങനെയായിരുന്നു? ഇപ്പോൾ നമുക്ക് ഒരു അധികാര വികേന്ദ്രീകരണം ഉണ്ടല്ലേ, അതായത് ഗ്രാമങ്ങള്, താലൂക്കുകള്, അങ്ങനെ ജില്ലകള്, സംസ്ഥാനങ്ങള്, അങ്ങനെയുള്ള ഒരു അധികാര വികേന്ദ്രീകരണം ഉണ്ട്. അപ്പോൾ പണ്ട് കാലത്ത് അല്ലെങ്കിൽ ഷേർഷയുടെ കാലഘട്ടത്തിലെ കേന്ദ്രപ്രദേശത്തെ എങ്ങനെയാണ് വിഭജിച്ചിരുന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ സാമ്രാജ്യത്തെ പ്രവിശ്യകളായിട്ടാണ് ആദ്യം വിഭജിച്ചത്. പ്രവിശ്യകള് ഗവർണറുടെ അധികാരത്തിന് കീഴിലായിരുന്നു. അതിനുശേഷം പ്രവിശ്യകളെ സർക്കാരുകളിൽ നിന്ന ഒരു ഭാഗമാക്കി മാറ്റി. അത് ഷിഖ്ദാരൻ എന്നറിയപ്പെടുന്ന ഒരു ഭരണാധികാരിയുടെ കീഴിലായിരുന്നു സർക്കാരുകൾ ഉള്ളത്. അതിനുശേഷം പർഗാനകളായിട്ടാണ് നമ്മുടെ കേന്ദ്ര ഭരണത്തെ വിഭജിച്ചത്, അല്ലെങ്കിൽ ഭൂപ്രദേശത്തെ വിഭജിച്ചത്. ആ പർഗാനകളുടെ തലസ്ഥാനത്തിരിക്കുന്ന അമീർ എന്നറിയപ്പെടുന്ന ആളാണ്. ഷിഖ്ദാരൻ എന്ന് പറയുന്നത് സർക്കാരുകളിലായിട്ട് തിരിച്ചിരിക്കുന്ന ആ സർക്കാരുകളിലെ ഭരണാധികാരികളെയാണ് ഷിഖ്ദാരൻ എന്നറിയപ്പെട്ടിരുന്നത്. അപ്പൊ അതൊരു പേരാണ്. ഇപ്പൊ നമ്മള് പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്ന പോലെ സർക്കാരുകളുടെ കേന്ദ്ര ഭരണത്ത് അല്ലെങ്കിൽ അതിന്റെ അധികാര സ്ഥാനത്ത് ഷിഖ്ദാരൻ അല്ലെങ്കിൽ ഷിഖ്ദാരി എന്നറിയപ്പെടുന്ന ഒരാളാണ് ഭരണം നടത്തിയത്. ആ ഒരു പദവിയുടെ പേരാണ് ഷിഖ്ദാരി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷിഖ്ദാരൻ എന്ന് പറയുന്നത്. പർഗാനകൾ എന്ന് പറയുന്ന അമീൻ എന്ന സ്ഥാനപ്പേരുള്ള ഒരു വ്യക്തിയാണ് പർഗാനകളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. അതുപോലെ തന്നെ അവസാനമാണ് ഗ്രാമങ്ങളായിട്ട് ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത് ആണ് ഗ്രാമങ്ങളിൽ ഭരണം നടത്തിയിരുന്നത്. അപ്പൊ പ്രാദേശിക ഭരണത്തെ 5 ആയിട്ടാണ് തിരിച്ചിരുന്നത്. സാമ്രാജ്യം, അതിനുശേഷം പ്രവിശ്യകള്, അതിനുശേഷം സർക്കാരുകള്, അതിനുശേഷം പർഗാനകള്, അതിനുശേഷം ഗ്രാമങ്ങള്. അപ്പൊ നമ്മൾ താലൂക്കുകൾ എന്നൊക്കെ പറയുന്ന പോലെയാണ് പർഗാനകള്, അതുപോലെ തന്നെ സർക്കാരുകളൊക്കെ ആ ഒരു പേരാണ് കേട്ടോ. അപ്പൊ സാമ്രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം ആയിട്ട് കണക്കാക്കുക, അതുപോലെ തന്നെ പ്രവിശ്യകൾ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനങ്ങളായിട്ട് കണക്കാക്കുക, അങ്ങനെ സർക്കാരുകൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ താലൂക്കുകൾ. ആ ഒരു രീതിയിലാണ് ഇവിടെയും അധികാര വികേന്ദ്രീകരണം നടത്തിയിരുന്നത്. ഇനി അവിടുത്തെ ഭൂനികുതി പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭൂനികുതി എന്ന് പറയുന്നത് അവിടുത്തെ രാജാവിന്റെ ഭരണ സംവിധാനങ്ങളൊക്കെ നിലനിർത്താൻ വേണ്ട പണം അവർക്ക് ലഭിച്ചിരുന്നത് ഭൂനികുതികളിലൂടെയായിരുന്നു, അല്ലെങ്കിൽ നികുതി സമ്പ്രദായങ്ങളിലൂടെയായിരുന്നു. അപ്പൊ ഷേർഷയുടെ ഏറ്റവും ശ്രദ്ധേയമായ പരിഷ്കാരങ്ങൾ റവന്യൂ രംഗത്താണ് നടത്തിയിരുന്നത്. റവന്യൂ രംഗം എന്ന് പറയുന്ന ഭൂനികുതി പരിഷ്കാരങ്ങളൊക്കെ റവന്യൂ രംഗത്തിൽ ഉൾപ്പെടുന്നതാണ്. കൃഷിഭൂമി അളന്ന് തിട്ടപ്പെടുത്തി ഫലഭൂഷ്ഠതയുടെ അടിസ്ഥാനത്തിൽ നല്ലത്, ഇടത്തരം, മോശം എന്നിങ്ങനെ 3ആയി തിരിച്ചു. 3 തരം ഭൂമിയുടെയും മൊത്തം ഉൽപാദനത്തിന്റെ ശരാശരിയുടെ 1/3 നികുതി നൽകിയിരുന്നു. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് 10ാം ചാപ്റ്റർ ആണ്. മുഗൾ രാജഭരണത്തിന്റെ സ്ഥാപനമാണ്. ഓക്കെ, മുഗൾ രാജഭരണം സ്ഥാപിച്ചത് ആരായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു, ബാബർ ആയിരുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ബാബറിനെ പരാജയപ്പെടുത്തി, ഹുമയൂണിനെ ഒക്കെ പരാജയപ്പെടുത്തിയതിനു ശേഷം അധികാരത്തിൽ വന്നയാളാണ് ഷേർഷാ എന്ന് പറഞ്ഞു. അപ്പൊ ഷേർഷായുടെ ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ആളുകൾ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പിന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. ഭൂനികുതി പരിഷ്കാരങ്ങൾ പറയുന്നത് ഷേർഷയുടെ പ്രസിദ്ധമായ പരിഷ്കാരങ്ങൾ റവന്യൂ രംഗത്താണ് ഉണ്ടായത്. കൃഷിഭൂമി അളന്ന് തിട്ടപ്പെടുത്തി ഫലഭൂഷ്ഠതയുടെ അടിസ്ഥാനത്തിൽ നല്ലത്, ഇടത്തരം, മോശം എന്നിങ്ങനെ 3ആയി തിരിച്ചു. 3 തരം ഭൂമിയുടെയും മൊത്തം ഉൽപാദനത്തിന്റെ ശരാശരിയുടെ 1/3 നികുതി നൽകിയിരുന്നു. അപ്പം ഷേർഷയുടെ ഭൂനികുതി സമ്പ്രദായങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മുൻവർഷം ചോദ്യങ്ങളിൽ ഒക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ഭൂമിയെ 3ആയിട്ട് ഷേർഷ തിരിച്ചു. നല്ല ഭൂമി എന്ന് പറഞ്ഞു ആദ്യത്തെ ഭൂമി, ഇടത്തരം ഭൂമി എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഭൂമി, മോശം ഭൂമി എന്ന് പറഞ്ഞ 3ആമത്തെ ഭൂമിയും തിരിച്ചു. അതിനുശേഷം അതിന്റെ 1/3 ഭാഗം ഉൽപ്പന്നത്തിന്റെ 1/3 ഭാഗം നികുതിയായിട്ട് അവർക്ക് കൊടുക്കേണ്ടി വന്നിരുന്നു. ഇനി മുക്കാഡാംസ്, പട്ട് വാരീസ് എന്നീ ഇടനിലക്കാരുടെ സേവനം നികുതി പിരിവിനായി ഷേർഷ ഉപയോഗിച്ചിരുന്നു. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കൃഷിഭൂമിയുടെ വിസ്തീർണം, കൃഷി ചെയ്യുന്ന ധാന്യങ്ങൾ, ഓരോ കർഷകനും നൽകേണ്ട നികുതി എന്നിവ കൃത്യമായി രേഖപ്പെടുത്തിയ രേഖ ഓരോ കർഷകനും മുൻകൂട്ടി നൽകിയിരുന്നു. സാധനമായും പണമായും നികുതി അടയ്ക്കാമായിരുന്നു. പണമായി നികുതി അടയ്ക്കുന്നതിനെയാണ് പൊതുവെ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. വിളനാശം സംഭവിക്കുമ്പോൾ നികുതി ഇളവും കാർഷിക ലോണുകളും കർഷകർക്ക് നൽകിയിരുന്നു. അത് പ്രധാനപ്പെട്ട ഒരു ഭൂനികുതി സമ്പ്രദായമാണ് കേട്ടോ, അല്ലെങ്കിൽ ഭൂനികുതി പരിഷ്കാരമായിരുന്നു. കാരണം ആദ്യ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെയുള്ള ഭൂനികുതിയിലുള്ള ഇളവും അതുപോലെ തന്നെ കാർഷിക ലോണുകളും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ അത് കൊണ്ടുവന്നത് ഷേർഷയായിരുന്നു എന്ന് തന്നെ പറയാം. കാർഷിക ലോണും അതുപോലെ കൃഷിനാശമൊക്കെ സംഭവിച്ചാൽ നികുതി ഇളവും ഒക്കെ ഷേർഷ നൽകിയെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. പിന്നീട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ കർഷകർക്ക് അസംതൃപ്തി വന്ന പ്രധാന കാരണവും ഈ ഒരു കാര്യമാണ്. കാരണം വിളയൊക്കെ നശിച്ചു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിളനാശം സംഭവിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇത്തരത്തിലുള്ള നികുതി ഇളവുകളൊന്നും
കൊടുത്തിരുന്നില്ല. എത്രയാണോ നികുതി അത് പൂർണ്ണമായിട്ടും കർഷകരിൽ നിന്ന് പിടിച്ചു മേടിച്ചിരുന്നു. ആ ഒരു കാര്യമായിരുന്നു അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് കർഷകർക്ക് ബ്രിട്ടീഷിന്റെ വിരുദ്ധത ഉണ്ടാവാനായിട്ടുള്ള പ്രധാന കാരണം. അതുകൂടാതെ ഷേർഷയുടെ പ്രധാന നികുതി പരിഷ്കാരങ്ങളിലും അതുപോലെ തന്നെ അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റായ കാർഷിക ലോണും നികുതി ഇളവും, കാർഷിക വിളനാശം സംഭവിക്കുമ്പോൾ കിട്ടുന്ന നികുതി ഇളവും കാർഷിക ലോണും പ്രധാനപ്പെട്ട പോയിന്റായിട്ടൊന്ന് ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ നികുതി പണമായിട്ടും അതുപോലെ തന്നെ സാധനങ്ങളുമായിട്ടും ഒക്കെ അത് നികുതി അടയ്ക്കാമായിരുന്നുള്ള കാര്യവും ഒന്ന് ഓർത്ത് വെക്കണം. ഇനി ഷേർഷാ വാണിജ്യ വ്യാപാര രംഗത്ത് നിന്നുണ്ടാക്കിയ ചലനങ്ങളാണ് ഇവിടെ പറയുന്നത്. വ്യാപാര വാണിജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പല നടപടികളും അദ്ദേഹം കൈക്കൊണ്ടിരുന്നു. വാണിജ്യ വ്യവസായങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന നികുതികൾ പലതും അദ്ദേഹം ഒഴിവാക്കി. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണെന്ന് അടയാളപ്പെടുത്തി വെക്കുക. വാണിജ്യ വ്യവസായങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന നികുതികൾ ഒഴിവാക്കി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒട്ടേറെ റോഡുകൾ ഷേർഷാ നിർമ്മിച്ചു. റോഡുകൾ എന്നുള്ള കാര്യം ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക, കീ പോയിന്റ്സ് ആയിട്ട്. സൈനിക ആവശ്യം കൂടി പരിഗണിച്ചായിരുന്നു ഇത് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ റോഡുകൾ ഉണ്ടാക്കിയത്. കാരണം പെട്ടെന്ന് ഒരു ആക്രമണമൊക്കെ നടന്നു കഴിഞ്ഞാൽ റോഡ് മാർഗം പെട്ടെന്ന് ആളുകൾക്ക് എത്തിച്ചേരാനും ശക്തമായിട്ട് പ്രതിരോധിക്കാനും ഒക്കെ സാധിക്കും. അതുകൊണ്ട് റോഡുകളൊക്കെ ഷേർഷാ നിർമ്മിക്കാനായിട്ട് വളരെയധികം ഉത്സാഹം കാണിച്ചിരുന്നു. അതുകൂടാതെ ഷേർഷയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നയം അല്ലെങ്കിൽ ഒരു പ്രധാന ഭരണപരിഷ്കാരം എന്ന് പറയുന്നത് തണൽ മരങ്ങളും ഫലവൃക്ഷങ്ങളും അദ്ദേഹം വെച്ചു പിടിപ്പിച്ചു എന്നുള്ളതാണ്. റോഡരികിൽ ഫലവൃക്ഷങ്ങളും അതുപോലെ മരങ്ങളും ഒക്കെ വെച്ചു പിടിപ്പിച്ച ഭരണാധികാരിയായിരുന്നു ഷേർഷാ എന്ന് പറയുന്നത്. 1700 സരായിസ് അദ്ദേഹം നിർമ്മിച്ചു. അതിൽ ഹിന്ദുക്കൾക്കും മുസ്ലിമുകൾക്കും പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അതായത് സരായിസ് എന്ന് പറയുന്നത് വിശ്രമ കേന്ദ്രങ്ങളാണ്. അപ്പം നമുക്ക് പണ്ട് കാലത്തൊക്കെ കൽത്തൂണുകളും അതുപോലെ തന്നെ ചുമട് താങ്ങി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഈ യാത്രകൾ ചെയ്യുന്ന പണ്ട് കാലത്തൊന്നും നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള പോലെ വാഹനങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ആളുകൾക്ക് ഒരുപാട് ദൂരം കാൽനടയായിട്ടും അല്ലെങ്കിൽ കാളവണ്ടിയുടെയൊക്കെ പുറത്ത് കയറി യാത്ര ചെയ്യേണ്ടി വന്നിരുന്നു. അപ്പൊ അങ്ങനെയുള്ള യാത്രകളൊക്കെ അവർക്ക് ഒരുപാട് ക്ഷീണം ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഈ ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ചുമട്ട് താങ്ങി അല്ലെങ്കിൽ അവർ ചുമന്നുകൊണ്ട് പോകുന്ന ചാക്കൊക്കെ എടുത്ത് വെച്ച് ഒന്ന് വിശ്രമിച്ചിട്ട് പോകാനുള്ള ചുമട് താങ്ങികളും അല്ലെങ്കിൽ അതുപോലെ വെള്ളമൊക്കെ കുടിച്ച് അവർക്കൊന്ന് വിശ്രമിച്ച് തണലത്തൊക്കെ ഇരുന്ന് വിശ്രമിച്ചു പോകാനുള്ള വിശ്രമ കേന്ദ്രങ്ങളൊക്കെ നിർമ്മിക്കാന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഒരുപാട് പ്രചാരത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതുപോലെ 1700ഓളം വിശ്രമ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച ഒരു ഭരണാധികാരിയായിരുന്നു ഷേർഷാ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ഷേർഷാനെ ഒരു നല്ലൊരു ഭരണാധികാരി എന്നുള്ള നാമം അദ്ദേഹത്തിന് കൊടുത്തത്. അതുകൂടാതെ അദ്ദേഹം ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ അല്ലെങ്കിൽ ഏറ്റവും ജനങ്ങളോട് നീതി കാണിച്ച ഒരു ഭരണാധികാരിയായിരുന്നു എന്നുകൊണ്ട് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അദ്ദേഹത്തിന്റെ നീതിന്യായ വ്യവസ്ഥയെ കുറിച്ച് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ഉൾപ്പെടുത്തണം. ഒന്നാമത്തെ കാര്യം ഭൂനികുതി സമ്പ്രദായങ്ങൾ, പിന്നെ അദ്ദേഹത്തിന്റെ നികുതി സമ്പ്രദായങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വാണിജ്യ വ്യവസായ നികുതികളൊക്കെ അതിന് ദോഷമാണെങ്കിൽ അദ്ദേഹം അത് പിൻവലിച്ചു എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. പിന്നെ അദ്ദേഹം ഒരുപാട് വിശ്രമ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അതുകൂടാതെ നീതിന്യായ വ്യവസ്ഥയിൽ അദ്ദേഹം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം രാജവംശത്തിൽപ്പെട്ട ആളുകൾക്ക് ചില രാജാക്കന്മാരൊക്കെ ഈ ശിക്ഷകളൊക്കെ കുറച്ച് നൽകിയിരുന്നു. പക്ഷേ ഷേർഷയുടെ ഭരണകാലത്തില് അതിനൊക്കെ അദ്ദേഹം മാറ്റം കൊണ്ടുവന്നു. കുടുംബത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ പോലും എല്ലാവർക്കും ഒരു തെറ്റിന് ഒരേ ശിക്ഷയാണ് അദ്ദേഹം നൽകിയിരുന്നത്. അപ്പൊ ആ നീതിന്യായ സമ്പ്രദായത്തിലൊക്കെ ഒരുപാട് തുല്യത കൊടുക്കാനൊക്കെ ഷേർഷയുടെ ഭരണകാലത്തിൽ സാധിച്ചിട്ടുണ്ട്. നീതി നടപ്പാക്കുന്നതിൽ ഷേർഷാ അങ്ങേറ്റം നിഷ്പക്ഷത പാലിച്ചിരുന്നു. നീതി നടപ്പാക്കുന്നതിൽ ഒരിക്കലും വലിപ്പച്ചെറുപ്പം നോക്കിയിരുന്നില്ല. രാജവംശത്തിൽപ്പെട്ടവർക്ക് നീതിയുടെ മുൻപിൽ ഒരു പ്രത്യേക പരിഗണനയും ലഭിച്ചിരുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്, അടയാളപ്പെടുത്തി വെക്കുക. 1554 ഷേർഷാ മരണമടഞ്ഞു. അപ്പൊ അതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഷേർഷയുടെ മരണ കാലഘട്ടം ഏത് സമയത്തായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. 1554 ഷേർഷാ മരണമടഞ്ഞു. ഷേർഷയുടെ മരണശേഷം വന്ന ഭരണാധികാരികൾ ദുർബലരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പരസ്പര കലാപങ്ങൾ ഉയർന്നു വന്നു. ഈ സാഹചര്യം മുതലെടുത്ത് ഹുമയൂൺ എന്ന് പറയുന്നത് ബാബറിന്റെ മകനാണ് ഹുമയൂൺ. അപ്പോൾ ബാബറാണ് ഇന്ത്യയിലെ മുഗൾ സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ബാബറിന്റെ മരണശേഷം ഹുമയൂൺ 13-ാം വയസ്സിൽ രാജസ്ഥാനത്തെത്തി. അപ്പൊ അദ്ദേഹത്തിനെ ഹുമയൂണിന്റെ ആ ഭരണ സമയത്ത് അദ്ദേഹത്തെ ആക്രമിച്ച് ഓടിച്ചതിന് ശേഷമാണ് ഷേർഷാ അധികാരത്തിലെത്തിയത്. എന്നാൽ ഷേർഷയുടെ മരണശേഷം ഹുമയൂൺ തിരിച്ച് ഡൽഹിയിലേക്ക് വരികയും തന്റെ അധികാരം പിടിച്ചടക്കുകയും ചെയ്തു.
എന്നാൽ തിരിച്ചു വന്ന താൻ തിരിച്ചു പിടിച്ച സാമ്രാജ്യത്തെ ഭദ്രമായി നിലനിർത്താൻ ഹുമയൂണിന് കഴിഞ്ഞില്ല എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഹുമയൂൺ എന്ന് പറയുന്ന വ്യക്തി തന്റെ രാജഭരണ കാലഘട്ടത്തിൽ ഉടനീളം ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച ഒരു ഭരണാധികാരിയും കൂടിയായിരുന്നു ഹുമയൂൺ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം സ്ഥാനമേറ്റതിനു ശേഷം ഷേർഷയുടെ ആക്രമണത്തിനാൽ ഓടിപ്പോകുകയും അദ്ദേഹത്തിന്റെ മരണശേഷം ഹുമയൂൺ തിരിച്ചെത്തി തന്റെ അധികാരം ഉറപ്പിക്കുകയും ചെയ്തു. പക്ഷെ ഭദ്രമായിട്ട് തന്റെ സാമ്രാജ്യം കാത്തു സൂക്ഷിക്കാൻ ഹുമയൂണിന് കഴിഞ്ഞില്ല എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെക്കണം. പിന്നെ ഇവിടെ 2 ക്വസ്റ്റ്യൻസ് വന്നു. ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തെ കുറിച്ച് ഒരു വിവരണം നൽകുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഒന്നാം പാനിപ്പത്ത് യുദ്ധം, അതുപോലെ തന്നെ ബാബർ ഇന്ത്യയെ പിടിച്ചടക്കിയ 3 യുദ്ധങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണെന്നും അത് പഠിക്കണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ പേജ് നമ്പർ 109 അതിന്റെ ആൻസർ ഉള്ളത്. അതിന്റെ സൈഡിൽ ഒന്ന് എഴുതി വെക്കാം. അതുപോലെ തന്നെയാണ് ഗോഗ്ര യുദ്ധത്തെ കുറിച്ച് ഒരു ചെറിയ വിവരണം എഴുതുക. ഗോഗ്ര യുദ്ധം എന്ന് പറയുന്നത് ബാബറിന്റെ നേതൃത്വത്തിൽ നടന്നൊരു യുദ്ധമാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. കിഴക്കൻ പ്രദേശങ്ങൾ പിടിച്ചടക്കാൻ വേണ്ടിയാണ് ഗോഗ്ര യുദ്ധം നടത്തിയത്. അത് പേജ് നമ്പർ 110 അത് ഒരു സൈഡിലേക്ക് ഒന്ന് എഴുതി വെക്കുക. പേജ് നമ്പർ 110 നമ്മൾ വായിച്ചു കഴിഞ്ഞാണത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഹുമയൂൺ എങ്ങനെയാണ് തന്റെ പദവി നിലനിർത്തിയെന്നാണ്. ബാബറെ തുടർന്ന് അദ്ദേഹത്തിന്റെ പുത്രൻ ഹുമയൂൺ അധികാരത്തിൽ വന്നു. ഹുമയൂൺ നേരിട്ട പ്രധാന ശല്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സഹോദരന്മാർ തന്നെയായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഒരുപാട് രാജാക്കന്മാര് അവരുടെ സ്വന്തം സഹോദരന്മാരിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട ആളുകളാണ്. ഇപ്പൊ സുൽത്താന റസിയനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അവരുടെ സുൽത്താനയുടെ സഹോദരന്മാരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എതിർപ്പ് രാജകുമാരിക്ക് നേരിടേണ്ടി വന്നത്. അതുകൂടാതെ പല രാജാക്കന്മാരും ഇപ്പൊ ഷാജഹാന്റെ മക്കളായ ഔറംഗസീബിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ഔറംഗസീബ് തന്റെ സഹോദരന്മാരെ എല്ലാം വധിച്ചതിന് അല്ലെങ്കിൽ തടവിലാക്കിയതിനു ശേഷമാണ് അധികാരത്തിലെത്തിയത്. അങ്ങനെ സഹോദരന്മാർ തമ്മിലുള്ള അധികാരത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങളും അല്ലെങ്കിൽ പോരുകളും ഒക്കെ സർവ്വസാധാരണമായിരുന്നു. അതേപോലെ തന്നെയായിരുന്നു ഹുമയൂണിന്റെ കാര്യത്തിലും. ഹുമയൂണിന് തന്റെ സഹോദരന്മാരിൽ നിന്ന് തികഞ്ഞ എതിർപ്പാണ് നേരിടേണ്ടി വന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിന് അധികാരം നിലനിർത്താൻ സാധിക്കാതെ വന്നതിനുള്ള ഒരു പ്രധാന കാരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. തന്റെ സഹോദരന്മാർക്ക് പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങൾ നൽകിയെങ്കിലും അധികാരമോഹികളായ അവർ വിശ്വസ്തരായിരുന്നില്ല. അധികാരമേറ്റ ഉടൻ ഹുമയൂൺ കാലിൻജാർ കോട്ടയും ജാൺപൂരും ആക്രമിച്ചു. പിന്നീട് അഫ്ഗാനികൾക്കെതിരെ ശ്രദ്ധ തിരിച്ചു. ഹുമയൂൺ ചുനാർ കോട്ട ആക്രമിച്ചു. പരാജയം ഉറപ്പായപ്പോൾ അഫ്ഗാൻ ജനറലായ ഷേർഖാൻ ഹുമയൂണുമായി ഒരു സന്ധി ഉണ്ടാക്കി. മുഗൾ മേൽക്കോട്ട അദ്ദേഹത്തിന് തിരിച്ചു കിട്ടി. താൽക്കാലികമായി മുഗൾമാരെ സന്ധി ഉണ്ടാക്കിയ ഷേർഖാൻ മുഗളന്മാരെ തിരുത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു. ശക്തമായ തയ്യാറെടുപ്പുകൾക്ക് ശേഷം ഷേർഖാൻ മുഗളന്മാരെ നേരിട്ടു. 1539 ചൗസയിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ഷേർഖാൻ ഹുമയൂണിനെ തോൽപ്പിച്ചു. അങ്ങനെ ഡൽഹിയും ആഗ്രയും ലാഹോറും ഷേർഖാൻ തന്റെ അധീനതയിലാക്കി. പിന്നീട് 1555 ഹുമയൂൺ ഇന്ത്യയിൽ തിരിച്ചു വന്ന് തന്റെ അധികാരം തിരിച്ചു പിടിക്കുകയും മുഗൾ രാജവംശം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ ഹുമയൂണിന്റെ തിരിച്ചുവരവ് 1555 കാര്യം ഓർക്കുക. അത് ഷേർഖാന്റെ മരണശേഷമായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അക്ബറുടെ കീഴിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ വ്യാപനം വിശദീകരിക്കുക എന്നുള്ളതാണ്. അക്ബർ വളരെയധികം പ്രശസ്തനായ ഒരു മുഗൾ ഭരണാധികാരിയായിരുന്നു. ഹുമയൂണിന്റെ മകനാണ് അക്ബർ. അപ്പോൾ അക്ബർ തന്റെ രാജ്യഭരണത്തിലുടനീളം പല രാജാക്കന്മാരുമായിട്ടും സൗഹൃദം സ്ഥാപിക്കുകയും അല്ലെങ്കിൽ വിവാഹ ബന്ധത്തിലൂടെ തന്റെ സാമ്രാജ്യം വിപുലീകരിക്കുകയും ചെയ്തൊരു ശക്തനായ ഭരണാധികാരിയായിരുന്നു അക്ബർ. ഷേർഷയുടെ മരണത്തിന് ശേഷം അരാജകത്വവും അന്യായവും വീണ്ടും തലപൊക്കി. 1586 13-ാം വയസ്സിൽ ഹുമയൂണിന്റെ പിൻഗാമിയായ അക്ബർ സ്ഥാനമേറ്റു. ഹുമയൂണിന്റെ വിശ്വസ്തനായ ഭൈറാ ഖാന്റെ രക്ഷകർത്തൃത്വത്തിലായിരുന്നു അക്ബർ. അപ്പോൾ ഹുമയൂൺ തന്റെ രാജ്യം ഉപേക്ഷിച്ച് ഒളിവിലൊക്കെ കഴിഞ്ഞിരുന്ന ആ സമയത്ത് നമ്മുടെ അക്ബറിന്റെ പിതൃസ്ഥാനം അല്ലെങ്കിൽ അക്ബറിന്റെ സംരക്ഷണം ഏറ്റെടുത്തത് ഹുമയൂണിന്റെ വിശ്വസ്തനായ ഭൈറാ ഖാൻ ആയിരുന്നു. അധികാരത്തിൽ വന്ന അക്ബറിന്റെ മുന്നിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഷേർഷായുടെ സാമ്രാജ്യം ഛിന്ന ഭിന്നമായി കഴിഞ്ഞിരുന്നു. രാജ്യം ഒരു കടുത്ത ക്ഷാമം നേരിടുകയായിരുന്നു. ഹിന്ദുസ്ഥാനെ തന്റെ കീഴിൽ കൊണ്ടുവരാൻ അക്ബറിന് തുടർച്ചയായി 20 കൊല്ലം യുദ്ധം ചെയ്യേണ്ടി വന്നു. ആ ഒരു കാര്യം കൂടെ ഓർത്തു വെക്കുക. ഷേർ ഖാൻ ആണ് ഷേർഷാ. അത് രണ്ടുപേരും ഒന്നാണ്. ഇത് ഒരു പകുതി രണ്ടും കൺഫ്യൂഷൻ ആകുന്ന പോലെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഷേർഷായും ഷേർഖാനും ഒന്നാണ്. ഷേർഷയുടെ മരണത്തിന് ശേഷം അരാജകത്വവും അനൈക്യം വീണ്ടും തലപൊക്കിയതിനു ശേഷമാണ് നമ്മുടെ അക്ബർ അധികാരത്തിലെത്തുന്നത്. അതുകൊണ്ട് അക്ബറിന് ഒരുപാട് ചുമതലകൾ ഉണ്ടായിരുന്നു. അക്ബർ തന്റെ രാജ്യം ശക്തമാക്കാനും അതുപോലെ തന്നെ തന്റെ രാജ്യത്തെ സംരക്ഷിക്കാനുമൊക്കെ ബാക്കിയുള്ളവരുമായിട്ട് 20 കൊല്ലത്തോളം അദ്ദേഹത്തിന് യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നിരുന്നു. അങ്ങനെ 2-ാം പാനിപ്പത്ത് യുദ്ധത്തിന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. 1556 2-ാം പാനിപ്പത്ത് യുദ്ധം നടന്നത്. അതൊന്ന് ആ വർഷം ഒന്ന് അടയാളപ്പെടുത്തി വെക്കണം. 2-ാം പാനിപ്പത്ത് യുദ്ധവും 1-ാം പാനിപ്പത്ത് യുദ്ധവും 3-ാം പാനിപ്പത്ത് യുദ്ധവും ഒക്കെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ വർഷങ്ങളൊന്ന് അടയാളപ്പെടുത്തി വെക്കുക.
ചക്രവർത്തിയായി സ്ഥാനാരോഹണം ചെയ്തതിനു ശേഷം അക്ബർ ബൈറാഖാനോടൊത്ത് ഡൽഹിയിലേക്ക് തിരിച്ചു. 1556 ചരിത്രപ്രസിദ്ധമായ പാനിപ്പത്തിൽ വെച്ച് അക്ബർ ഹെമുവിനെ നേരിട്ടു. ഹെമു എന്ന് പറയുന്നത് ഹേമചന്ദ്ര വിക്രമാദിത്യ എന്ന് പറയുന്ന ഒരു രാജാവാണ്. അദ്ദേഹമാണ് ഹെമു എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഹെമുവുമായി അക്ബർ യുദ്ധത്തിന് ഏർപ്പെട്ടു. യുദ്ധത്തിൽ ഹെമു വിജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കെ അപ്രതീക്ഷിതമായ ഒരമ്പ് അദ്ദേഹത്തിന്റെ കണ്ണിലേറ്റു. അദ്ദേഹം ബോധരഹിതനായി വീണു. അങ്ങനെ ഹെമുവിന്റെ സൈന്യത്തെ മുഗൾ സൈന്യം പരാജയപ്പെടുത്തുകയും ഹെമുവിനെ വധിക്കുകയും ചെയ്തു. ഡൽഹിയുടെ ആഗ്രയും അടങ്ങുന്ന ഇന്ത്യയുടെ ഹൃദയഭൂമി വീണ്ടും മുഗൾ രാജവംശത്തിന്റെ കീഴിൽ വന്നു. യഥാർത്ഥത്തിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ പുനഃസ്ഥാപനം നടക്കുന്നതിൽ രണ്ടാം പാനിപ്പത്ത് യുദ്ധത്തോടു കൂടിയാണ്. അക്ബർ സ്ഥാപിച്ച മതം ദിൻ ഇലാഹി എന്നറിയപ്പെട്ടു. അപ്പം ഷേർഷാ അധികാരത്തിൽ വന്നത് ഷേർഷാ അധികാരത്തിൽ വന്നതിന് ശേഷം ഹുമയൂണിനെ അടിച്ചോടിച്ചതിന് ശേഷം അല്ലെങ്കിൽ അധികാരത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം ഹുമയൂൺ രാജ്യത്ത് വീഴ്ച പോവുകയാണ് ചെയ്തത്. പിന്നീട് ഷേർഷയെ ഭയന്ന ഹുമയൂൺ ഒരുപാട് കാലം തിരിച്ചു വരാതെയിരുന്നു. പക്ഷേ ഷേർഷാ 1554 മരിച്ചു. അപ്പൊ ഓർത്തു വെക്കുക, ജസ്റ്റ് 1554 ഷേർഷാ മരിച്ചു. അതിനുശേഷം 1555 ഹുമയൂൺ തിരിച്ചു വന്നു. തന്റെ രാജ്യം പിന്നീട് തിരിച്ചു പിടിച്ചു. അതിനുശേഷം ഹുമയൂണിന്റെ കാലഘട്ടത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ മകനായ അക്ബർ അധികാരത്തിൽ വന്നത്. ഓക്കെ, അപ്പോൾ അക്ബറും ഹുമയൂണിനോടൊപ്പം അക്ബറും അല്ലെങ്കിൽ യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നു എന്നുള്ള കാര്യവും ഒന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നു അക്ബർ എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെക്കുക. രണ്ടാം പാനിപ്പത്ത് യുദ്ധത്തിന്റെ കാലഘട്ടം ഒന്ന് ഓർത്തു വെക്കുക. അതുകൂടാതെ രണ്ടാം പാനിപ്പത്ത് യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെക്കുക. ഹെമു, അതുപോലെ തന്നെ ഹേമചന്ദ്ര വിക്രമാദിത്യ എന്നറിയപ്പെടുന്ന ഹെമു രാജാവും അതുപോലെ അക്ബറും തമ്മിൽ നടന്ന യുദ്ധമാണ് രണ്ടാം പാനിപ്പത്ത് യുദ്ധം. അതിനുശേഷമാണ് ഡൽഹിയുടെ ഹൃദയഭാഗമൊക്കെ മുഗൾ സാമ്രാജ്യത്തിന്റെ കീഴിൽ വന്നെന്ന കാര്യവും ഓർത്തു വെക്കുക. ഇനി സാമ്രാജ്യത്തിന്റെ വ്യാപനമാണ്. സാമ്രാജ്യത്തിന്റെ വിസ്തൃതിക്കായി അദ്ദേഹം ആദ്യം ആക്രമിച്ചത് മാൾവയായിരുന്നു. അതായത് അക്ബർ ആദ്യം ആക്രമിച്ചത് മാൾവയായിരുന്നു. മാൾവയിലെ ഭരണാധികാരികളായിരുന്ന ബസ് ബഹദൂറിനെ അദ്ദേഹം പരാജയപ്പെടുത്തി മാൾവ മുഗൾമാരുടെ അധീനതയിലാക്കി. 1564 അക്ബർ ഗരഹ് കട്ടാങ്ക കീഴടക്കി. കണക്കാക്കാൻ പറ്റാത്തത്ര ആഭരണങ്ങളും സ്വർണവും വെള്ളിയും ഈ ആക്രമണത്തിൽ ലഭിച്ചു. പിന്നീട് രാജസ്ഥാനും ഗുജറാത്തും ഒക്കെ അദ്ദേഹം അധീനതയിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യത്തെ ആക്രമണം മാൾവയായിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. അതിനുശേഷം രാജസ്ഥാനില് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കണമെങ്കിൽ രാജപുത്രന്മാരുടെ സഹായം അനിവാര്യമാണെന്ന് അക്ബർ മനസ്സിലാക്കിയിരുന്നു. അപ്പം മുഗൾ രാജവംശത്തെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു രാജവംശമായിരുന്നു രജപുത്രൻ എന്ന് പറയുന്നത്. അവരൊരു ഹിന്ദു രാജവംശമായിരുന്നു. അപ്പോൾ ചില മൂവീസിലൊക്കെ അക്ബറും രജപുത്രാസും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. തന്റെ സാമർത്ഥ്യവും നയതന്ത്രജ്ഞതയും ഉപയോഗിച്ച് രജപുത്രരുടെ മനം അക്ബർ കവർന്നു. ഇപ്പോൾ ഈ രജപുത്രരുമായിട്ട് സൗഹൃദ ബന്ധമാണ് അക്ബർ പുലർത്തിയിരുന്നത്. കാരണം അവരെ ആക്രമിച്ച് കീഴടക്കാൻ മാത്രം ഉള്ള സൈനിക ശേഷിയും അല്ലെങ്കിൽ അതിന് പറ്റുന്നത്ര അധികാരമൊന്നും സൈനിക ശേഷിയൊന്നും ഇല്ലാത്തതുകൊണ്ട് രാജസ്ഥാനിലെ രജപുത്രരുമായിട്ട് ഒരു സൗഹൃദ ബന്ധമാണ് അക്ബർ തുടർന്നത്. അദ്ദേഹത്തിന്റെ നയതന്ത്രജ്ഞവും സാമർത്ഥ്യവും ഒക്കെ വെച്ച് രജപുത്രരെ അദ്ദേഹം തന്റെ പരിധിയിലാക്കി. 1562 അംബറിലെ രാജാവായ രാജ് ബഹരിമൽ അക്ബറിനെ കീഴടങ്ങുകയും തന്റെ മകളെ അക്ബറിന് വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നീട് മേവാർ, ബിക്കാനീർ, സൽമീർ തുടങ്ങിയ പ്രദേശങ്ങളും അക്ബർ കീഴടക്കി. അപ്പോൾ അക്ബറിന്റെ പുത്രരിൽ നിന്നുള്ളൊരു ഭാര്യ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. അങ്ങനെ രാജാക്കന്മാര് പല ശക്തരായ രാജകുടുംബങ്ങളിൽ നിന്നും വിവാഹം കഴിക്കുന്ന പതിവായിരുന്നു. അതുപോലെ അക്ബറും രാജസ്ഥാനിലെ രജപുത്രരുമായിട്ട് ഒരു വിവാഹ ബന്ധം നിലനിർത്തിയിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. പിന്നെ ഗുജറാത്തിലെ അക്ബറുടെ അടുത്ത ലക്ഷ്യം ഗുജറാത്ത് ആയിരുന്നു. സിന്ധു ഗംഗാ സമതലത്തിലെ വാണിജ്യം അഭിവൃദ്ധിപ്പെടുത്താൻ ഗുജറാത്ത് കീഴടക്കുന്നത് അത്യാവശ്യമായിരുന്നു. പിന്നീട് ബീഹാറും ബംഗാളും കീഴടക്കി അധികം കഴിയും മുൻപ് ഒറീസയും തന്നെ അധീനതയിലാക്കി. 1581 അദ്ദേഹം പഞ്ചാബ് കീഴടക്കി. ഇതോടെ അധികാര വ്യാപനം തൽക്കാലത്തേക്ക് അദ്ദേഹം നിർത്തിവെച്ചു. ദീർഘമായ തന്റെ സൈനിക പോരാട്ടങ്ങൾ ഏതാണ്ട് അവസാനിപ്പിച്ചപ്പോൾ അക്ബർ ഹിമാലയ മുതൽ നർമ്മദ വരെയും ഹിന്ദുക്കുഷ് മുതൽ ബ്രഹ്മപുത്ര വരെയുമുള്ള പ്രദേശങ്ങളുടെ എതിരില്ലാത്ത പ്രഭുവായി മാറി. അക്ബർ എന്ന് പറയുന്നത് അദ്ദേഹം 20 വർഷക്കാലത്തോളം അദ്ദേഹത്തിന്റെ യുദ്ധങ്ങളുമായിട്ട് മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ്. അതുകൂടാതെ ഹുമയൂൺ എന്ന് പറഞ്ഞ രാശിയില്ലാത്ത ഒരു രാജാവായിട്ട് നമുക്ക് ഹുമയൂണിനെ കാണാം. കാരണം അദ്ദേഹം തന്റെ ഭരണകാലഘട്ടത്തിലുടനീളം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ്. ഹുമയൂണിന്റെ മകനായ അക്ബർ പക്ഷേ ആരെയും വെല്ലുന്ന ഒരു ഭരണാധികാരിയായി മാറുകയും
ഒരുപാട് പ്രദേശങ്ങൾ അല്ലെങ്കിൽ മുഗൾ സാമ്രാജ്യം വളരെ വിസ്തൃതിയാർന്നത് അക്ബറിന്റെ കാലഘട്ടത്തിലാണെന്നും കൂടെ നമുക്ക് ഓർത്തു വെക്കാം. കൂടാതെ ഗുജറാത്തും രാജസ്ഥാനിലും മാൾവയിലും അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളെ കുറിച്ചും ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ അക്ബറുടെ മുഗൾ സാമ്രാജ്യത്തിന്റെ വ്യാപനത്തിൽ അക്ബറുടെ പങ്ക് എത്രത്തോളം ഉണ്ടെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് അടയാളപ്പെടുത്തി വെക്കുകയും മനസ്സിലാക്കി പഠിക്കുകയും കൂടെ ചെയ്യണം. ഇനി അടുത്തത് ജഹാംഗീറിന്റെ ഭരണത്തിന് കീഴിലുണ്ടായ പ്രധാന നേട്ടങ്ങളാണ്. ജഹാംഗീർ എന്ന് പറയുന്നത് അക്ബറിന്റെ മകനാണ്. 1605 അക്ബർ മരണമടഞ്ഞു. അപ്പൊ അക്ബർ മരണമടഞ്ഞ വർഷം ഒന്ന് ഓർത്തു വെക്കുക. അദ്ദേഹത്തിന്റെ പുത്രൻ സലീം രാജകുമാരൻ ജഹാംഗീർ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചുകൊണ്ട് അധികാരത്തിലെത്തി. അധികാരമേറ്റ ഉടൻ ജഹാംഗീർ 12 ശാസനകൾ പുറപ്പെടുവിപ്പിച്ചു. രാജ്യത്തിലുള്ളവരെല്ലാം ജനക്ഷേമത്തിനുള്ളതാണെന്ന് കരുതി ഈ പൊതു പെരുമാറ്റച്ചട്ടത്തെ അംഗീകരിക്കണമെന്ന് ചക്രവർത്തി നിഷ്കർഷിച്ചു. രണ്ടാമതായി അദ്ദേഹം പ്രസിദ്ധമായ നീതിയുടെ ചങ്ങല സ്ഥാപിച്ചു. അപ്പോൾ ഈ നീതിയുടെ ചങ്ങലയും അതുപോലെ തന്നെ 12 ശാസനകളും വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്, കീ പോയിന്റ്സ് ആണ്. അതിന്റെ അടിയിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. അക്ബറിന്റെ മരണശേഷമാണ് ജഹാംഗീർ സ്ഥാനമേറ്റെന്ന് ഓർത്തു വെക്കുക. സലീം രാജകുമാരനാണ് ജഹാംഗീർ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചതെന്നോ എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെക്കുക. ജഹാംഗീർ അധികാരത്തിൽ നിന്ന് വന്ന് അധികം കഴിയും മുൻപ് അദ്ദേഹത്തിന്റെ മൂത്തപുത്രൻ ഖുസ്രു രാജകുമാരൻ കലാപത്തിന്റെ കൊടി ഉയർത്തി. ജനപ്രിയനായ ഈ രാജകുമാരനെ പിടിച്ച് ജഹാംഗീർ ജയിലിൽ അടച്ചു. ഖുസ്രുവിനെ സഹായിച്ചു എന്ന കുറ്റം ആരോപിച്ച് 5ാമത്തെ സിഖ് ഗുരുവായ അർജൻ സിംഗിനെ ജഹാംഗീർ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഖുസ്രു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മൂത്ത പുത്രനായിരുന്നു. അദ്ദേഹത്തിനെതിരെ കലാപ് പുറപ്പെടുവിച്ച ഖുസ്രുവിനെ ജഹാംഗീർ തടവിലാക്കുകയും അതുകൂടാതെ ഖുസ്രുവിനെ സഹായിച്ചു എന്നുള്ള പേരിൽ 5ാമത്തെ സിഖ് ഗുരുവായ അർജുൻ സിംഗിനെ ജഹാംഗീർ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. അപ്പൊ ഈ 2 കാര്യങ്ങളൊന്നും ഓർത്തു വെക്കുക, അടയാളപ്പെടുത്തുകയും ചെയ്യണം. ജഹാംഗീറിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് എഴുതി വെക്കാൻ സാധിക്കണം. ഈ അർജുൻ സിംഗിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് സിഖ് മതക്കാരുടെ ഇടയിൽ ജഹാംഗീറിന്റെ അപ്രീതിക്ക് കാരണമായി. അതുകൂടാതെ അദ്ദേഹം സിഖ് മതക്കാർക്ക് ഒരു പ്രധാന എതിരാളി അല്ലെങ്കിൽ ഒരു അപ്രീതിക്ക് പാത്രമായി തീരുകയും ചെയ്തു. ഇത് സിഖ് സമൂഹത്തെ രാജാവിന്റെ ശത്രുക്കളാക്കി മാറ്റി. 1612 ബംഗാളിൽ പൊട്ടിപ്പുറപ്പെട്ട അഫ്ഗാൻ കലാപം അടിച്ചമർത്തി എന്നതാണ് ഇദ്ദേഹത്തിന്റെ ആദ്യകാല നേട്ടങ്ങൾ പ്രധാനം. മറ്റൊരു നേട്ടം രജപുത്രർക്കെതിരെ അദ്ദേഹം കൈവരിച്ച വിജയമാണ്. അപ്പൊ ഈ 2 കാര്യങ്ങളും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട മുന്നേറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഉള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഒന്ന് അഫ്ഗാൻ കലാപം അടിച്ചമർത്തിയതാണ്. രണ്ടാമത്തേന്ന് പറയുന്നത് രജപുത്രർക്കെതിരെ അദ്ദേഹം വിജയം കൈവരിച്ചതാണ്. ഇനി ജഹാംഗീറിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ പുത്രനായ ഷാജഹാനാണ് അധികാരത്തിലെത്തിയത്. ഷാജഹാന്റെ ഭരണ കാലഘട്ടമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതുകൂടാതെ ജഹാംഗീറിന്റെ മരണശേഷം ഷാജഹാൻ അധികാരത്തിലെത്തിയതിനു ശേഷമാണ് ഇന്ത്യയിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നത്. അതുകൂടാതെ നമ്മുടെ താജ്മഹലിന്റെ ഒക്കെ നിർമ്മാണം ഷാജഹാൻ ആരംഭിച്ചതാണ്. അതുകൂടാതെ ഷാജഹാന്റെ പുത്രനായ ഔറംഗസീബിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഷാജഹാനെയും ഔറംഗസീബിന്റെയും നയങ്ങളെയാണ് ഇവിടെ പറയുന്നത്. അടുത്തത് ഷാജഹാൻ സിംഹാസനത്തിലേക്ക് ഉദ്ദേശിച്ചത് മൂത്ത പുത്രനെ ആയിരുന്നെങ്കിലും 3ാമത്തെ പുത്രനായ ഔറംഗസീബ് ഷാജഹാനെ തടവിലാക്കി സിംഹാസനം തിരിച്ചുപിടിച്ചു. അതായത് ഷാജഹാൻ ഔറംഗസീബിനെ ആയിരുന്നില്ല തന്റെ പിൻഗാമിയായിട്ട് നിശ്ചയിച്ചിരുന്നത്, മൂത്ത പുത്രനെ ആയിരുന്നു അദ്ദേഹം പിൻഗാമിയായിട്ട് നിശ്ചയിച്ചിരുന്നത്. പക്ഷേ തന്റെ സഹോദരന്മാരെ എല്ലാം വധിക്കുകയും അല്ലെങ്കിൽ തടവിലാക്കുകയും ചെയ്തുകൊണ്ട് ഔറംഗസീബ് അധികാരത്തിലെത്തുകയാണ് ഉണ്ടായത്. അതുകൂടാതെ തന്റെ പിതാവായ ഷാജഹാനെ അദ്ദേഹം തുറങ്കിൽ അടയ്ക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ എല്ലാ എതിർപ്പുകളും നിരാകരിച്ചുകൊണ്ടാണ് ഔറംഗസീബ് അധികാരത്തിലെത്തിയത്. അപ്പോൾ ഔറംഗസീബ് എന്ന് പറയുന്നത് വളരെ ദുഷ്ടനായ അല്ലെങ്കിൽ വളരെ പരുക്കനായ ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ അറിയാൻ സാധിക്കുന്നത്. തന്റെ ജ്യേഷ്ഠന്മാരെ വളരെ ക്രൂരമായി മർദ്ദിക്കുകയും അല്ലെങ്കിൽ വധിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിട്ടാണ് ഔറംഗസീബിനെ ചരിത്രം ചൂണ്ടിക്കാണിക്കുന്നത്. 1658 ഷാജഹാനെ തടവിലാക്കിയ ശേഷം ഔറംഗസീബ് സ്ഥാനാരോഹണം നടത്തി. ഔറംഗസീബിന്റെ ഭരണത്തെ 2ആയി വിഭജിക്കാറുണ്ട്. ആ 2 കാലഘട്ടങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് കാലഘട്ടം 1658 മുതൽ 1681 വരെയാണ്. അടയാളപ്പെടുത്തി വെക്കുക. ഉത്തരേന്ത്യയിൽ ശ്രദ്ധ പതിപ്പിച്ച കാലമാണ് ആ 1ാമത്തെ കാലഘട്ടം. 1681 തന്റെ കോർട്ടും സൈന്യത്തിന്റെ സിംഹാസനവും ഡെക്കാനിലേക്ക് മാറ്റി ഡെക്കാനിൽ കേന്ദ്രീകരിച്ച കാലമാണ് 2ാമത്തെ ഭരണകാലഘട്ടമായിട്ട് അറിയപ്പെടുന്നത്. അങ്ങനെ ഔറംഗസീബിന്റെ രാജഭരണകാലത്തെ 2ആയി തിരിച്ചെന്നും ആ കാലഘട്ടം ഏതാണെന്നുള്ള കാര്യവും ഒന്ന് ഓർത്തു വെക്കണം. ഔറംഗസീബ് അതിഭക്തനായ ഒരു സുന്നി മുസ്ലിം ആയിരുന്നു. ഖുർആൻ വിരുദ്ധം എന്ന് അദ്ദേഹം കരുതിയ നികുതികൾ നിർത്തലാക്കുകയും രാജ്യത്ത് ആർഭാടമായി നടത്തുന്ന നൗറസ് എന്ന ഒരു ആചാരം അദ്ദേഹം നിരോധിക്കുകയും ചെയ്തു.
സംഗീത സംഘത്തെയും കൊട്ടാര സംഗീതജ്ഞരെയും അദ്ദേഹം പിരിച്ചയച്ചു. കൊട്ടാരത്തിലെ നൃത്ത സംഘത്തെയും അദ്ദേഹം ഒഴിവാക്കി. മദ്യം ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കി. നൃത്തം, ചൂതാട്ടം എന്നിവ നടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി. അപ്പൊ ഈ സുന്നത്ത് മുസ്ലിംസിന് വളരെ പ്രത്യേകതകളുണ്ട്. അവര് ലഹരികളൊന്നും ഉപയോഗിക്കാത്ത ആളുകളാണ്. അപ്പോൾ വളരെ അതിഭക്തനായ ഒരു വ്യക്തിയായിരുന്നു ഔറംഗസീബ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ചൂതാട്ടവും അതുപോലെ തന്നെ വളരെ ആർഭാടം നിറഞ്ഞ പല ആഘോഷങ്ങളും ഒക്കെ നിർത്തലാക്കിയ ഒരു വ്യക്തിയാണ്. അതുകൂടാതെ ചൂതാട്ടവും മറ്റ് പരിപാടികളൊക്കെ അദ്ദേഹം തന്റെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാനായിട്ട് വളരെയധികം പരിശ്രമിച്ച ഒരു വ്യക്തിയും കൂടിയാണ്. പിന്നെ കൊട്ടാരത്തിൽ നിന്ന് സംഗീതജ്ഞരെയും നൃത്ത സംഘത്തെയും ഒക്കെ പിരിച്ചുവിടാനായിട്ട് തുനിഞ്ഞത് ഔറംഗസീബാണ്. ആ കാര്യം ഒന്ന് ഓർത്തു വെക്കുക. പിന്നെ അളവ് തൂക്ക നിയമം കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക തുടങ്ങിയവയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ഭരണ നടപടികൾ. സ്വർണം, വെള്ളി തുടങ്ങിയ വസ്തുക്കൾ കൊണ്ട് രാജാക്കന്മാർ തുലാഭാരം നടത്തുന്ന രീതി ഔറംഗസീബ് നിർത്തലാക്കി. അപ്പൊ ഇത്തരത്തിലുള്ള പല ആഡംബരങ്ങളും അല്ലെങ്കിൽ ആഡംബര രീതികളിലുള്ള ഓരോ കാര്യങ്ങളും ഔറംഗസീബ് നിർത്തലാക്കിയ ഒരു വ്യക്തിയാണ്. കൂടാതെ അദ്ദേഹം വളരെ ലളിതമായ ഒരു ജീവിതമാണ് നയിച്ചിരുന്നത്. അപ്പോൾ വളരെ അതിഭക്തനായ ഒരു സുന്നി മുസ്ലിം ആയിരുന്നു ഔറംഗസീബ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അതുകൂടാതെ ഔറംഗസീബിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഷാജഹാനെ തടവിലാക്കി അല്ലെങ്കിൽ തന്റെ പിതാവിനെ തടവിലാക്കി അധികാരത്തിൽ എത്തിയ ആളാണെന്നുള്ള കാര്യം ഓർക്കുക. അതുകൂടാതെ അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണം നടന്ന 1658 കാര്യം ഓർത്തു വെക്കുക. പിന്നെ അദ്ദേഹം തന്റെ രാജ്യസഭയിൽ നിന്ന് നൃത്ത സംഘത്തെയും അതുപോലെ തന്നെ സംഗീതജ്ഞരെയും ഒക്കെ തുടച്ചു നീക്കിയ ഒരു വ്യക്തിയായിരുന്നു. അതുകൂടാതെ അളവ് തൂക്കങ്ങൾ കൃത്യമായിട്ടാണോ നടത്തിയിരുന്നത് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് കർക്കശമായിട്ട് അദ്ദേഹം പാലിച്ചിരുന്നു. അതുകൂടാതെ ലഹരി വസ്തുക്കളെയും നൃത്ത പരിപാടികളെയും ചൂതാട്ടങ്ങളെയൊക്കെ അദ്ദേഹം നിരോധിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, സ്വർണവും വെള്ളിയും കൊണ്ടുള്ള തുലാഭാരങ്ങളൊക്കെ രാജാക്കന്മാർ നടത്തിയിരുന്നു. അങ്ങനെയുള്ള തുലാഭാരങ്ങളെയൊക്കെ അദ്ദേഹം നിർത്തലാക്കിയ ഒരു വ്യക്തിയാണ്. കൂടാതെ അദ്ദേഹം ലളിത ജീവിതമാണ് നയിച്ചിരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഔറംഗസീബിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതി വെക്കാൻ പറ്റുന്ന കീ പോയിന്റ്സ്. ഒന്ന് മനസ്സിലാക്കി വെക്കണം. അതിനുശേഷം മുഗൾ ഭരണം നേരിട്ട പ്രധാന വെല്ലുവിളികളാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ മുഗൾ ഭരണം അവസാന കാലഘട്ടം വരെ അല്ലെങ്കിൽ രാജ്യത്തില് നമ്മുടെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ടുള്ള പ്രയോഗങ്ങൾ അല്ലെങ്കിൽ സമരങ്ങളൊക്കെ നടക്കുന്ന ആ കാലഘട്ടം വരെ മുഗൾ ഭരണകൂടവും അല്ലെങ്കിൽ മുഗൾ രാജാക്കന്മാരൊക്കെ നിലനിന്നിരുന്നു. അപ്പൊ വളരെ ശക്തമായ ഒരു സാമ്രാജ്യമായിരുന്നു മുഗൾ ഭരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുഗൾ സാമ്രാജ്യം എന്ന് പറയുന്നത്. അപ്പൊ അവർ നേരിട്ട വെല്ലുവിളികൾ എന്താണെന്നുള്ള കാര്യവും വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതൊന്ന് അടയാളപ്പെടുത്തി വെക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രജപുത്രരാണ്. രജപുത്രരുടെ ഇടയിൽ നിന്നുണ്ടായ സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ സംഘർഷങ്ങളാണ് നമ്മുടെ മുഗൾ രാജവംശം നേരിട്ട പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. രണ്ടെന്ന് പറയുന്നത് മറാത്തികളുടെ ഇടയിൽ നിന്നുണ്ടായ ആക്രമണങ്ങളാണ് മുഗൾ രാജവംശം നേരിട്ട മറ്റൊരു പ്രധാന വെല്ലുവിളി. ശിവാജി എന്ന് പറയുന്ന മറാത്തി രാജാവ്, അദ്ദേഹം വളരെയധികം മുഗൾ രാജവംശത്തിനെ ഒരു ഭീഷണിയായിട്ട് നിലനിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ ഈ കാര്യങ്ങളാണ് ഈ രണ്ട് ആളുകളിൽ നിന്നാണ് മുഗൾ രാജവംശം വളരെ തീവ്രമായ വെല്ലുവിളികൾ നേരിട്ടിരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് രജപുത്രനാണ്. മുഗളുടെ സൈന്യത്തിലെ ഹിന്ദുസേന നായകന്മാരിൽ ജോൺപൂർ മഹാരാജ ജസ്വന്ത് സിംഗ് ആയിരുന്നു പ്രമുഖൻ. അദ്ദേഹം 1677 വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിലെ ഒരു യുദ്ധത്തിൽ മരിച്ചു. ഇതോടെ അദ്ദേഹം രാജ്യം ഔറംഗസീബ് പിടിച്ചെടുത്ത് മുഗൾ സാമ്രാജ്യത്തോട് ചേർത്തു. അതായിരുന്നു രജപുത്രരും ഔറംഗസീബ് അല്ലെങ്കിൽ മുഗൾ രാജവംശവും തമ്മിലുള്ള പ്രധാന ഒരു യുദ്ധത്തിന് അല്ലെങ്കിൽ പ്രധാന എതിർപ്പിന് കാരണമായി തീർന്നത്. ഇതിനെതിരെ ഉണ്ടാകുന്ന എതിർപ്പിനെ നേരിടാൻ ഔറംഗസീബ് തന്നെ അജ്മീറിലെത്തി. എന്നാൽ അധികാര തർക്കങ്ങൾ തുടർച്ചയായി ഔറംഗസീബിനെ നേരിടേണ്ടി വന്നു. സ്വാഭാവികമായും രജപുത്രരായും ഒരു നീണ്ടകാലം സംഘർഷത്തിൽ ഏർപ്പെടേണ്ടി വന്നു. മേവാർ പിടിച്ചടക്കുന്നതിനുള്ള ഔറംഗസീബിന്റെ ശ്രമം വിജയിച്ചില്ല. പക്ഷേ രജപുത്രർ പരാജയപ്പെടാൻ സമ്മതിച്ചില്ല. എന്നാൽ 1679 മാർവാർ, ഉദയ്പൂർ, ചിറ്റൂർ എന്നീ പ്രദേശങ്ങൾ പിടിച്ചടക്കുകയും നാടാകെ കൊള്ളയടിച്ച് നശിപ്പിക്കുകയും ചെയ്തു. രജപുത്രർ അരമാലി മലനിരകളിലെ കോട്ടകളിൽ അഭയം തേടി. അവിടെ നിന്ന് അവർ മലയ്ക്ക് ഇരുവശത്തുമുള്ള മുഗൾ സേനകൾക്കെതിരെ നിരന്തരം മിന്നൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. യഥാർത്ഥത്തിൽ രജപുത്രർ മുഗൾ സൈന്യത്തിനോട് പേടിസ്വപ്നമായി തീർന്നു. ചുരുക്കി പറഞ്ഞാൽ രജപുത്രരുമായുള്ള യുദ്ധം മുഗളന്മാർ പ്രശസ്തിക്ക് മങ്ങലേൽക്കുകയും ധീരരും പ്രശസ്തരുമായ അവരുടെ സഹായം മുഗളർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ രജപുത്രൻ എന്ന് പറയുന്നത് വളരെ പ്രശസ്തരായ അല്ലെങ്കിൽ വളരെ ശക്തിയുള്ള ഒരു സാമ്രാജ്യത്തിന്റെ ഉടമകളായിരുന്നു നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ രജപുത്രരുമായിട്ട് ഒരു സൗഹൃദമായിരുന്നു മുഗൾ രാജാക്കന്മാരൊക്കെ നിലനിർത്തിയിരുന്നത്. പ്രധാനമായിട്ട് അക്ബറൊക്കെ അവരുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട് അവരുടെ ഒരു സൗഹാർദ്ദം നിലനിർത്തിയിരുന്നു. പക്ഷേ ഈ ഔറംഗസീബിന്റെ ചില നടപടികളൊക്കെ രജപുത്രരെ കോപിതരാക്കുകയും രജപുത്രരും മുഗൾ രാജവംശവും തമ്മിൽ നിരന്തരമായ യുദ്ധങ്ങൾക്ക് അത് വഴിയൊരുക്കുകയും ചെയ്തു.
അപ്പോൾ ഇങ്ങനെ ഒരു ശക്തമായ ഒരു രാജവംശത്തിന്റെ എതിർപ്പ് മുഗൾ രാജവംശത്തിനേറ്റ ഒരു വലിയൊരു പ്രഹരമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ഇനി അടുത്തൊരു വെല്ലുവിളി എന്ന് പറയുന്നത് മറാത്തകളുടെയാണ്. 17-ാം നൂറ്റാണ്ട് ഉത്തരാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് ഉദയം ചെയ്ത സുപ്രധാനമായ ഒരു ശക്തിയായിരുന്നു മറാഠികൾ. മറാഠികളുടെ ഉയർച്ചയ്ക്ക് പല കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് പറയുന്നത് ഭൂമിശാസ്ത്രമായ സവിശേഷതകളാണ്. മഹാരാഷ്ട്രയിലെ വരണ്ട കാലാവസ്ഥയും തീരെ ഫലപുഷ്ടമല്ലാത്ത മണ്ണും കാഠിന്യ അധ്വാനികളാകാൻ മറാത്തികളെ നിർബന്ധിതരാക്കി. പിന്നെ സാംസ്കാരിക ഘടകങ്ങൾ എന്ന് പറയുന്നത് സാമൂഹിക പരിഷ്കർത്താക്കളുടെ പ്രവർത്തനങ്ങൾക്കിടയിൽ നവോത്ഥാനത്തിന്റെ വിത്തുകൾ പാകിയിരുന്നു. 15-16 നൂറ്റാണ്ടുകളിൽ ശക്തമായ ഒരു മറാത്ത സാഹിത്യവും ഉദയം ചെയ്തിരുന്നു. ഭരണ സൈനിക പരാജയം എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഡക്കാൻ സുൽത്താൻമാരുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന പല മറാത്ത നേതാക്കന്മാർക്കും രാഷ്ട്രീയവും സൈനികവും ഭരണപരവുമായ പരിശീലനം ലഭിച്ചിരുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം മറാത്തികളെ നമ്മുടെ മുഗളന്മാരുടെ ഒരു പ്രധാന എതിരാളികളാക്കുകയാണ് ഉണ്ടായത്. ഇനി നമുക്ക് അടുത്തത് കാണാനുള്ളത് ശിവാജിയുടെ ഭരണപരിഷ്കാരങ്ങളും ആക്രമണങ്ങളും ഒക്കെയാണ്. നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ശിവാജി എന്ന് പറയുന്ന മറാഠി ദേശത്തൊരു മറാഠി ഭരണാധികാരിയായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയും പഠിപ്പിച്ചിരുന്ന എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാൻ മടിക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ശിവാജിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. പിന്നീട് ഒരു 1-2 പേജും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ തീരും. അതിനുശേഷം നമ്മൾ എടുക്കാൻ പോകുന്നത് 12ാമത്തെ ചാപ്റ്റർ ആണ്. ചാപ്റ്റർ നമ്പർ 11 നമുക്ക് പഠിക്കാനില്ല. അപ്പൊ ഓക്കെ, താങ്ക് യു. പിന്നെ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു നോട്ട്ബുക്ക് വേണം. 1 വേർഡ് ക്വസ്റ്റ്യൻസ് വളരെയധികം പ്രധാനപ്പെട്ടായിട്ട് നമ്മൾ ഓർത്ത് വെക്കണം. കാരണം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏകദേശം ഒരു 50% ക്വസ്റ്റ്യൻസ് നമുക്ക് 1 വേർഡ് ആയിട്ടാണ് ചോദിക്കുക. അതുകൊണ്ട് അതോടെ ഒരു നോട്ട്ബുക്ക് ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ 1 വേർഡ്സ് ഒന്ന് അടയാളപ്പെടുത്തി വെക്കാൻ പ്രത്യേകം ഓർക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.